അപ്പുറത്തുള്ള മുസ്ലിയാന്മാര് പറയുന്നത് കേട്ടോളൂ, നിങ്ങൾക്കുള്ള പാരമ്പര്യം എന്താണ്? ഇവരുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലെത്തുന്ന പാരമ്പര്യം ഇക്കൂട്ടർക്കുണ്ടെന്ന് പറഞ്ഞതാണ് ഏറെ കൗതുകമായത്. അപ്പുറത്തെ സമസ്ത എഴുതാണ്. എന്താ എഴുതുന്നത്? ഇവരോട് പറയാണ്, പേരോട് ഗ്രൂപ്പിനോട്, അവരുടെ KP ഗ്രൂപ്പിനോട് പറയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലെത്തുന്ന പാരമ്പര്യം ഇക്കൂട്ടർക്കുണ്ടെന്ന് പറഞ്ഞതാണ് ഏറെ കൗതുകകരമായത്. ഇവരുടെ തൊലി ചെണ്ടക്ക് പറ്റുമെന്ന ധാരണയാണ് തിരുത്തപ്പെടുന്നത്. ചെണ്ടക്കും പറ്റൂല, വല്ലാത്തൊരു കട്ടിയുള്ള തൊലി. 1988 സമ്പൂർണ്ണ ശൂന്യമായ ഇവർക്ക് എങ്ങനെയാണാവോ ഈ പാരമ്പര്യം ലഭിക്കുക? അങ്ങേ കൊമ്പിലിരിക്കുന്ന സകലരുടെയും ഗുരുനാഥന്മാർ ഇക്കൂട്ടർക്ക് ഗുരുത്തക്കെടല്ലേ കൈമാറിയത്. കണ്ണിയത്ത് ഉസ്താദ്, ശംസുലുലമ കോട്ടുമല ഉസ്താദ്, KK അസറത്ത്, അണ്ടോണ അബ്ദുള്ള ഉസ്താദ് തുടങ്ങിയ മഹാപണ്ഡിതന്മാരുടെ ശിഷ്യന്മാരായ നിങ്ങൾ ഗുരുനാഥന്മാരെ തള്ളി സ്വന്തം മരിക്കിന് സീറ്റ് നേടാൻ, സ്വന്തം മരിക്കിന് നേടാൻ റസീറ്റ് ബുക്കുമായി പുറത്തുപോയവർക്ക് എങ്ങനെ പാരമ്പര്യം അവകാശപ്പെടാൻ പറ്റും? അപ്പൊ നിങ്ങൾക്ക് യഥാർത്ഥ പാരമ്പര്യം ഇല്ലാന്നാ മറ്റൊരു പറയണേ. ആരോട്? പേരോടിനോട് പറയാണ്. 1988 സമ്പൂർണ്ണ ശൂന്യമാണ് നിങ്ങൾ. ഇതിനെന്ത് പരമ്പര നിങ്ങൾക്ക്? നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളൊരു പരമ്പര പറഞ്ഞു തരാൻ. ആര്? ഞാനല്ല, മുജാഹിദുകളല്ല പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ പാരമ്പര്യം ചെന്നെത്തുന്നത് EMS ദേവഗൌഡ, CM ഇബ്രാഹിം, SB ചവാൻ, O രാജഗോപാൽ തുടങ്ങിയ ഭൗതികരിലല്ലേ? മഹത്തായ ഒരു സംഘടനയെ 4 വെള്ളിക്കാശിന് കുത്തിപ്പിളർത്താൻ നോക്കി 6 ആളുകളെയും കൂട്ടി കുറെ പീക്കിരി പിള്ളേരും ലോകം തിരിയാത്ത സുഖിയന്മാരായ കുറച്ച് മുറിമൊയിലിയാക്കളും അങ്ങനെ ഒരുതരം കമ്മീഷൻ ഏജന്റുകളായി മതമൈതാനം കറപുരട്ടിയവർ പാരമ്പര്യം പറയുകയോ? അപ്പുറത്തിരിക്കുന്ന പലരെയും പലരുടെയും ഭാവഹാദികളും ചിന്തകളും ലക്ഷ്യങ്ങളും നല്ലപോലെ അറിയുന്നവരാണ് ഞങ്ങളും കേരളത്തിലെ 65 ലക്ഷം മുസ്ലിങ്ങളും. തമാശയായി പോലും സത്യം പറയാത്ത, കുറിച്ചു വച്ചോ, ഞങ്ങളല്ല പറയുന്നത്, നിങ്ങളുടെ പാരമ്പര്യത്തെക്കുറിച്ചാ പറയുന്നത്. തമാശയായി പോലും സത്യം പറയാത്ത, സാമ്പത്തിക രംഗത്ത് ഹക്കും ബാത്തിലും ഇല്ലാത്ത നിങ്ങളാണോ പണ്ഡിതന്മാർ? നിങ്ങളാണോ പാരമ്പര്യം അവകാശപ്പെടുന്നതെന്ന് അപ്പുറത്തെ സമസ്ത നിങ്ങളോട് ചോദിച്ചാല് മറുപടി ഉണ്ടെങ്കിൽ അവരോട് പറയണേ. ഇനി മാത്രമല്ല, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങൾക്ക് കുരുത്തക്കെടാണ് പാരമ്പര്യമുള്ളത്, എന്തിലും കുരുത്തക്കെടാണ് കിട്ടിയിട്ടുള്ളത് എന്നതാ മറ്റൊരു മുസ്ലിയാര് നിങ്ങളെ പഠിപ്പിച്ചു തരുന്നു. കേട്ടോളൂ. ബഹുമാനപ്പെട്ട അമീർ വൈദ്യ ഇവിടെ പറഞ്ഞപ്പോ അബുൽ ഐത്താം എന്ന് പറഞ്ഞപ്പോ ഉള്ളിൽ ഞാൻ ചിരിച്ചുപോയി. അതെല്ലാം കൂടി നിങ്ങളോട് അങ്ങനെ പറയാൻ പറ്റില്ല. അല്ല, ഇന്ത്യൻ യത്തീമങ്ങൾക്ക് മൊത്തം പുതിയ ഒരു വാക്കുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വലിയ വിഷയം തന്നെയാണ്. നിങ്ങൾക്ക് ബുദ്ധിയില്ലാന്ന് എനിക്ക് മുമ്പേ അറിയാം. പക്ഷെ ബുദ്ധിയില്ലാന്ന് മനുഷ്യന്മാരുടെ മുന്നിൽ എങ്ങനെ പറയാ? തീരെ ബുദ്ധിയില്ലേ നിങ്ങൾക്ക്? എങ്ങനെ അബുൽ ഐത്താം ഉണ്ടാവുക? യത്തീം മക്കൾക്ക് ജീവിച്ചിരിക്കുന്ന വാപ്പുണ്ടായി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ വാപ്പൊക്കെ വെച്ചോന്നല്ലേ എന്റെ മേന? അല്ല, എന്താ ഇപ്പൊ പറയുന്നത്? തീരെ ബുദ്ധിയില്ലാതെ. നിങ്ങൾക്കൊക്കെ ബുദ്ധി ലേശമുണ്ട്. പക്ഷേ മൂത്തമുലിയിൽ നേരത്തെ പറഞ്ഞ പോലെ കുരുത്തക്കേട് വാലിച്ചുപോയതാണ്. കുരുത്തക്കേട് വാലിപോയി പോയി. കുരുത്തക്കേടിന്റെ തല നിങ്ങളെ കയ്യിൽ പൊട്ടുപോയി. അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തട്ടെ. കേട്ടോ? അപ്പൊ എവിടേക്ക് ആകെ എന്തേ ഉള്ളൂ? അവസാനം കുരുത്തക്കേടിന്റെ തല വരെ കയ്യിലാണ്. അതാ പാരമ്പര്യം. ഇനി നോക്കൂ, മറ്റൊരാൾ കൂടത്തായിക്കാരനൊരു മുസ്ലിയാര് പറയുന്നത് കേട്ടോളൂ. എന്താ പാരമ്പര്യം? ആരിഫീങ്ങളുടെ മക്കാമിന്റെ സമാന്തര സന്ധനകൾ കെട്ടിപ്പൊക്കുന്നവരും അത് തന്നെ ഓർത്താൽ മതി എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ സമാന്തരമുണ്ടാക്കിയവരുണ്ട്. പരിശുദ്ധ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് സമാന്തര അല്ലാഹു എന്ന ആളാണ് അന റബ്ബുക്കുമുൽ അഅല എന്ന ഫറോവ. പ്രിയപ്പെട്ട പ്രവാചകന് സമാന്തരം വന്ന ആളാണല്ലോ മുസൈലിമത്തുൽ കദ്ദാബിനെ പോലുള്ള, അതേപോലെ കള്ള പ്രവാചകവാദികൾ. കഅബയ്ക്ക് സമാന്തരം കെട്ടിപ്പൊക്കാൻ ശ്രമിച്ചവരുണ്ട്. ഖുർആന് പകരം കൊണ്ടുവന്ന ആളുകളുണ്ട്. അവസാനം പഞ്ചപുരുഷമടക്കി ശിക്ഷിച്ചിന്റെ വലിച്ചെറിഞ്ഞ ഗതികേടാണ് അവർക്കുണ്ടായത്. അവർ തന്നെയാണ് CM മഖാമിനും സമാന്തരം കെട്ടിപ്പൊക്കുന്നവർ. അവർ തന്നെയാണ് സമസ്തക്ക് സമാന്തരം സമസ്ത ഉണ്ടാക്കുന്നവർ. അവർ തന്നെയാണ്
ഖുർആൻ പ്രഭാഷണത്തിന് സമാന്തര പ്രഭാഷണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് സതുദ്ദേശപരമല്ല, ദുരുദ്ദേശത്തോടുകൂടി. അപ്പോ എന്താ പറഞ്ഞതെന്നറിയോ? ഫിറഔനിനെ പോലെ, കഅബക്ക് സമാന്തരമുണ്ടാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട അബ്രഹത്തിനെ പോലെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് സമാന്തരനായി വരാൻ ശ്രമിച്ച മുസൈലിമത്തുൽ കദ്ദാബിനെ പോലെ ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് CM മടവൂരിന്റെ അവിടെ മക്കാമ് കിട്ടാത്തപ്പോ വേറൊരു സമാന്തരം പടച്ച ഇവരുടെയും അവസ്ഥ അതാണ്. ഞങ്ങളല്ല പറയുന്നത്, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കക്ഷികളാണ് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ പരമ്പരയുടെ കോലപ്പ മനസ്സിലായില്ലേ? ചോദിക്കട്ടെ, ഇത് മാത്രമൊന്നുമല്ല ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെച്ചോ. നിങ്ങൾ പാരമ്പര്യമല്ലേ അവകാശപ്പെടുന്നത്? എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ, അവരേത് വിഭാഗക്കാരാണെങ്കിലും സ്നേഹത്തോടുകൂടി നിങ്ങളോട് പറയട്ടെ, ഇവിടെ പ്രസംഗിച്ച മുസ്ലിയാർ സ്ഥാപിച്ചത് എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന്, അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, ഇമാം നാഫിഉ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, അങ്ങനെ ഇങ്ങനെ ഇന്ന് വരെ പരമ്പര മുറിയാതെ കണ്ണിയറ്റു പോകാതെ കിട്ടിയതേ ഞങ്ങളുടെ കയ്യിലുള്ളൂ എന്നല്ലേ നിങ്ങളിവിടെ സമർത്ഥിച്ചത്? ആ ആശയത്തെയാണ് ഈ ഖണ്ഡിക്കുന്നത്. ആ ആശയത്തെയാണ് ഈ സ്നേഹത്തോടെ ഈ ആയിരങ്ങളുടെ മുമ്പിൽ ചോദ്യം ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കിക്കോ. നിങ്ങളോട് ചോദിക്കട്ടെ, എന്താ നിങ്ങളുടെ വിശ്വാസം? സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ഈ പ്രപഞ്ചത്തിന്റെ ഭരണം നടത്തുവാനുള്ള അധികാരം റിജാലുൽ ഗൈബ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നല്ലേ? ഈ ലോകത്തിന്റെ നിയന്ത്രണം നടത്താൻ അല്ല ചില റിജാലുൽ ഗൈബ്, ചില അദൃശ്യ പുരുഷന്മാരാകുന്ന ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റിനെ നിയമിച്ചിരിക്കുന്നു എന്നല്ലേ നിങ്ങളുടെ വിശ്വാസം? ആ വിശ്വാസത്തിന്റെ പാരമ്പര്യം പറയണേ. തീർന്നില്ല. അല്ലാഹു അവന്റെ ഭൂമിയിൽ നടപ്പിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആദ്യം എന്താ ചെയ്യാ? അന്റെ പ്രവാചകന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹയി കൊടുക്കുന്നു. നബിക്ക് കിട്ടിയ വഹയിന്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് അക്കാര്യത്തെക്കുറിച്ച് ശരിക്ക് പഠിച്ചോ. നബിക്ക് ഒരു കാര്യത്തെക്കുറിച്ച് വഹയി കിട്ടിയാൽ അത് ഖിദ്ർ നബി അലൈഹിസ്സലാമിന് കൈമാറുന്നു. ഖിദ്ർ നബി അതാ ഇവിടെ അല്ലാഹു നിശ്ചയിച്ച ഡിപ്പാർട്ട്മെന്റിന്റെ തലവനായ ഖുതുബുൽ അഖ്താബിന് കൈമാറുന്നു. ഖുതുബിൽ നിന്ന് താഴേക്കിടയിലേക്ക് കിട്ടുന്നു, ഔതാദുകൾക്ക് കിട്ടുന്നു, അബ്ദാലുകൾക്ക് കിട്ടുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ്, ഒരു ക്യാബിനറ്റ് ഈ ലോകം നിയന്ത്രിക്കാനുണ്ടെന്നല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നത്? ആ വിശ്വാസത്തിന്റെ പാരമ്പര്യമൊന്ന് പറയണേ. തീർന്നിട്ടില്ല. ആ വലിയ അദൃശ്യ പുരുഷന്മാര് ഇതിലൂടെയൊക്കെ ചുറ്റിക്കറങ്ങുകയാണ് പോലും. ഖുതുബുൽ അഖ്താബ്, ഔതാദ്, നുഖബാ, നുജബാ, ഇങ്ങനെയുള്ള ക്യാബിനറ്റിലെ നിങ്ങൾ സങ്കല്പിച്ച ചില ആളുകളില്ലേ, അവരാണല്ലോ ഈ പ്രപഞ്ചത്തിന്റെ ഭരണം നടത്തുന്നത്. നിങ്ങളുടെ വിശ്വാസപ്രകാരമാ പറയുന്നത്. അവരിവിടെ ചുറ്റിത്തിരിയുന്നുണ്ട്. അവർ ലോകത്തിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അവയെക്കുറിച്ച് നാടൊട്ടാകെ നടന്നിട്ട് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് ഖുതുബുൽ അഖ്താബിന് റിപ്പോർട്ട് നൽകുന്നു. വെറുതെ നിങ്ങളുടെ പേരിൽ കെട്ടിവെച്ചതല്ല. നിങ്ങളുടെ മുഖപത്രമായ റിസാലയിൽ നിങ്ങൾ ഈ സമൂഹത്തെ പഠിപ്പിച്ച അന്ധവിശ്വാസമാണിത്. നിങ്ങളുടെ വിശ്വാസപ്രകാരം ഇത് ശരിയായിരിക്കുമല്ലോ. പറയോ, പരമ്പര റസൂലിൽ എന്ന് പറയോ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ എന്ന് പറയോ, നാഫിഇൽ എന്ന് പറയോ, ഇമാം മാലിക്കിൽ എന്ന് പറയോ, ഇമാം ഷാഫിഈൽ എന്ന് പറയോ. അതില്ലെങ്കിൽ നിങ്ങൾ ഇനി പരമ്പരയെക്കുറിച്ച് ഒരക്ഷരം പറയരുതേ. നിങ്ങൾക്കതിന് ധാർമ്മികമായി അവകാശമില്ലെന്ന് പറയട്ടെ. മാത്രമല്ല, അല്ലാഹു കേൾക്കും പോലെ കേൾക്കും, അല്ല കാണും പോലെ കാണും, അല്ല അറിയും പോലെ അറിയും എന്ന് മഹത്തുക്കളെ കുറിച്ച് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ആ വിശ്വാസത്തിന്റെ പരമ്പര പറയോ. അമ്പിയാക്കളെ കൊണ്ടും ഔലിയാക്കളെ കൊണ്ടും സത്യം ചെയ്ത് മന്ത്രിക്കാമെന്ന് നിങ്ങൾക്ക് അഭിപ്രായമില്ലേ? ആ വിശ്വാസത്തിന്റെ പാരമ്പര്യം പറയോ. ഖബർസ്ഥാനിൽ പോയിട്ട് നേരത്തെ വൈലത്തൂർക്കാരൻ തങ്ങളെന്ന് പറയുന്ന വ്യക്തി പോയിട്ട് കടന്നില്ലേ?
പറയൂ നിങ്ങൾ അതിന്റെ പാരമ്പര്യം ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് പറയോ, അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പറയോ, സഹാബിമാരിൽ നിന്ന് പറയോ, താബിഈങ്ങളിൽ നിന്ന് പറയോ, ശഫീ ഇമാമിൽ നിന്ന് പറയോ. ഖബർ മുത്തുന്നത്, ഖബർ തൊട്ട് വന്നിക്കുന്നത്, ഖബറിലെ മൂടുപടം അതിന്റെ മേലെ അതെടുത്ത് നിങ്ങൾ ചുംബിക്കുന്നു, അങ്ങനെ പലരും നിങ്ങൾ ചെയ്യുന്നു. പറയോ, പരമ്പര പറയൂ. ബറക്കത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഖബറിടത്തിൽ വിളക്ക് കൊളുത്തി വെക്കുന്നില്ലേ? നിങ്ങളുടെ പല മക്ബറകളിലും വിളക്കില്ലേ? നിങ്ങളവിടെ ഇങ്ങനെ വലിയ നിലവിളക്ക് കൊളുത്തി വെച്ചിട്ടില്ലേ? പാരമ്പര്യം പറയണേ. മരിച്ചുപോയവരുടെ ആത്മാക്കളിലേക്ക് വേണ്ടി അൽഫാത്തിഹ ഓതിയിട്ട് നിങ്ങൾ ഹദിയ ചെയ്യാറില്ലേ? അതിന്റെ പാരമ്പര്യം പറയണേ. ഖബറിന്റെ മുകളിൽ പട്ടുകൊണ്ടും മറ്റു തുണികൾ കൊണ്ടുമൊക്കെ നിങ്ങൾ മൂടാറില്ലേ? അതിന്റെ പാരമ്പര്യം പറയണേ. ചെണ്ടമുട്ടിക്കൊണ്ട് ഖബർ സിയാറത്ത് അനുവദിച്ചു തന്ന ഒരു കാലില്ലേ നിങ്ങളുടെ പരമ്പരയിൽ? അങ്ങനത്തെ ഒരാളില്ലേ? ശാരിയാത്തി മിണ്ടിയിട്ടില്ലല്ലോ നിങ്ങൾ. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ശാരിയാത്തി പറയുന്നത് ചെണ്ടമുട്ടിക്കൊണ്ട് ഖബർ സിയാറത്തിന് പോകാം, കുഴൽ വിളിച്ചുകൊണ്ട് ഖബർ സിയാറത്തിന് പോകാം. പറയൂ, പരമ്പര പറയൂ. പാരമ്പര്യം അവകാശപ്പെട്ട മുസ്ലിയാരെ, നിങ്ങൾക്ക് പാരമ്പര്യം തെളിയിക്കാൻ കഴിയണം. ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ പിടിച്ചോ മൗലവി. റസൂലുള്ള ഇന്ന ഖബർ ചുംബിച്ചതാണ്, ഇമാം നാഫിഈ ഇന്ന ഖബർ ചുംബിച്ചതാണ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചുംബിച്ചതാണ്. എന്തിനാ ഞാൻ ഈ പേരുകൾ മാത്രം പറയുന്നത്? നിങ്ങൾ തൊട്ടെണ്ണിയ പരമ്പരയുടെ അങ്ങേ തലക്കലുള്ള 5 മഹാന്മാരാണിത്. ആ മഹാന്മാരുടെ പേരിൽ കൂടി നിങ്ങൾ ഇന്ന് ചെയ്യുന്ന സർവവൃത്തികേടുകളും കെട്ടിവെക്കാൻ അവരോട് മഹബ്ബത്തുള്ള മുജാഹിദുകൾ സമ്മതിക്കൂല കേട്ടോ. സമ്മതിക്കണമെങ്കിൽ നിങ്ങളത് തെളിയിച്ചു തരണം. വളരെ വിനയത്തോടെ ആവശ്യപ്പെടുകയാണ്. ഇനിയോ ഒരു ചാണിലധികം ഖബർ കെട്ടി ഉയർത്തുന്നതിന്റെ പാരമ്പര്യം പറയണം. മഴ ലഭിക്കാൻ വേണ്ടി മക്കാമിലെ കൊടിയും പിടിച്ച് മുട്ടും വിളിയുമായി നടക്കുന്നതിന്റെ പാരമ്പര്യം പറയണം. ഖബറാളികളുടെ ഖബറിന്റെ പുറത്ത് പേരും മറ്റും മീസാൻ കല്ലിന്മേൽ എഴുതി വെക്കുന്നതിന്റെ പാരമ്പര്യം പറയണം. റബീഉൽ അവ്വൽ മാസത്തിലും 12-ാം തീയതിയും മതപരമായ പ്രത്യേക ചടങ്ങുകൾ നിങ്ങൾ നടത്തുന്നുണ്ട്. അതിന്റെ പാരമ്പര്യം പറയണേ. ഖബർ സിയാറത്ത് ചെയ്യുന്നവന്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കാൻ പലതവണ ഇവിടെ വെച്ചും ചോദിച്ചതാണ്, ഇനിയും ചോദിക്കുകയാണ്. നിങ്ങളുടെ വിശ്വാസം എന്താണ്? ഒരാൾ ഖബർ സിയാറത്തിന് ചെന്നാൽ അയാളുടെ ആഗ്രഹങ്ങൾ നിവർത്തിച്ചു കൊടുക്കാൻ ഖബറിൽ അല്ലാഹു ഒരു മലക്കിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. വതറതൻ യഖ്റുജുൽ വലിയു, വലിയ തന്നെ ചിലപ്പോൾ ഖബറിന്ന് പുറത്തേക്ക് വന്നിട്ട് കാര്യം സാധിപ്പിച്ച് തന്നേക്കാനും ഇടയുണ്ട് എന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ ഹോജമാരി എഴുതിയിട്ടുണ്ട്. പാരമ്പര്യം പറയണേ. ഇത് പഠിപ്പിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസ് വായിക്കൂ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അത് റിപ്പോർട്ട് ചെയ്യട്ടെ, ഇമാം നാഫിഉ റിപ്പോർട്ട് ചെയ്യട്ടെ, ഇമാം മാലിക് റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യട്ടെ, ശഫീ ഇമാം റിപ്പോർട്ട് ചെയ്യട്ടെ. അങ്ങനെ നിങ്ങളിലേക്ക് ഇങ്ങ് പരമ്പര മുട്ടിക്കൂ. വെറുതെ പാരമ്പര്യത്തിന്റെ ബടായും പറഞ്ഞിട്ട് ഞങ്ങൾക്കേ പരമ്പരയുള്ളൂ എന്ന് ഞാനിവിടെ ചിലരെ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളൂ. ആയിരക്കണക്കിന് നിങ്ങൾ ചെയ്യുന്ന തോന്നിവാസങ്ങളുണ്ട്, ദീനിന്റെ പേരിൽ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അവക്കൊക്കെ നിങ്ങൾ അങ്ങേ തലയിലെണ്ണിയാൻ ചാളിൽ നിന്ന് ഉദ്ധരിക്കണേ, പരമ്പര തെളിയിക്കണേ. വിനയത്തോടെ ആവശ്യപ്പെടുന്നു. സ്ത്രീകൾ ജുമാക്കും ജമാഅത്തിനുമൊക്കെ പോകൽ നിരുപാധികം ഹറാമാണെന്ന് നിങ്ങൾ വിലക്കുന്നുണ്ട്. പള്ളിയിൽ പോയി ഇബാദത്ത് ചെയ്യുന്നത്, ജുമാ ജമാഅത്തുകളിൽ പങ്കെടുക്കുന്നത് നിഷിദ്ധമാണെന്നാണ് നിങ്ങളുടെ വാദം. ആ വാദത്തിന് നിങ്ങൾ റസൂലുള്ളാഹിന്റെ ഹദീസ് ഉദ്ധരിക്കണം. അവിടുന്ന് ഇങ്ങോട്ട് നിങ്ങൾ ആ നിലക്ക് സ്ഥാപിക്കണം. ഇങ്ങനെ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ? നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളുണ്ട്, നിങ്ങൾ മലക്കുകൾക്ക് ചില പ്രത്യേക പേരിട്ടിട്ടുണ്ട്, നിങ്ങൾ ചില ആളുകളുടെ പേര് പറഞ്ഞുകൊണ്ട് മന്ത്രിക്കുന്നുണ്ട്. നിങ്ങളുടെ കുത്തുബിയത്തിന്റെ അതിന്റെ ശേഷം കുറെ ആളുകളുടെ പേര് കേൾക്കുന്നുണ്ട്. മദ്ഹബ് തൊംറയാൻ, അങ്ങനെയൊക്കെ പല പേരുകളുമുണ്ട്. ഹസ്തസ്കൂസ് എന്നൊക്കെ പലതും കാണുന്നുണ്ട്. അങ്ങനെ പല പേരുകളുമുണ്ട്. തെളിയിക്കടേ. റസൂലുള്ള പറഞ്ഞത്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കേട്ടത്, അവിടെ നിന്ന് നാഫിഉ ഇമാം കേട്ടത്, അവിടെ നിന്ന് മാലിക് ഇമാം കേട്ടത്, അവിടെ നിന്ന് ശഫീ ഇമാം കേട്ടത്, അതൊന്ന് തെളിയിക്കണേ. വിനയത്തോടെ ആവശ്യപ്പെടുന്നു.
അങ്ങനെ ഏതെടുത്ത് പരിശോധിച്ച് നോക്കിയാലും പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് പാരമ്പര്യമില്ല. നിങ്ങളുടെ പാരമ്പര്യം യഥാർത്ഥത്തിൽ ചെന്ന് മുട്ടുന്നത് മറ്റെവിടെയൊക്കെയോ കേന്ദ്രങ്ങളാണ്. അപ്പോൾ കരയുദ്ധത്തിന് വന്നയാളുടെ ഒന്നാമത്തെ വെടി പൊയ് വെടിയാണ്. അതിന് ഒരു നിലക്കും മൂർച്ചയില്ലാത്ത, ഒരു നിലക്കും മുനയില്ലാത്ത അമ്പാണ് കരയുദ്ധക്കാരന്റെ കയ്യിൽ ആദ്യം തൊടുത്തു വിടാനുണ്ടായത്. ശാന്തം, പാവം, കഷ്ടം. ഇനി പറയട്ടെ, രണ്ടാമത്തെ ആയുധത്തിന്റെ സ്ഥിതി എന്താണ്? രണ്ടാമത്തെ ആയുധം എന്താണ്? മൂപ്പര് പൊട്ടിച്ച ഏറ്റവും വലിയ വെടി എന്താണ്? പക്ഷേ പൊയ് വെടിയായി പോയി. എന്താ? മഹാന്മാരായ എല്ലാ ഇമാമിയങ്ങളും വളരെ കൃത്യമായി പറഞ്ഞതാണ്. മുജാഹിദുകൾക്ക് ആ കാര്യമില്ല. എന്താ? നാലാലൊരു മദ്ഹബിനെ അന്ധമായി നമ്മൾ പിൻപറ്റേണ്ടതുണ്ട്. നാലുകളൊരു മദ്ഹബിനെ പിൻപറ്റൽ നിർബന്ധമാണ്. ഒന്നുകിൽ മുസ്ലിം ഹനഫിയായിരിക്കണം, അല്ലെങ്കിൽ ശാഫിഈയായിരിക്കണം, അല്ലെങ്കിൽ മാലിക്കിയായിരിക്കണം, അല്ലെങ്കിൽ ഹംബലിയായിരിക്കണം. നാലിൽ നിന്ന് പുറത്തു പോയിട്ട് ആരെങ്കിലും എനിക്ക് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ അവന് മർദൂദുൻ അലാ അഖ്ദിഹി, വന്ന കാലിൽ മടക്കിയയക്കണമെന്ന് ഇബ്നു ഖൽദൂൻ മുഖദ്ദിമയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവിടെ പൊട്ടിച്ച രണ്ടാമത്തെ പൊയ്വടി. എന്നിട്ടോ എല്ലാ ഇമാമിങ്ങളുടെ പേരിലും പച്ചക്കളവും പറഞ്ഞു. എന്താ പറഞ്ഞ കളവ്? ആ കളവെന്ന് കേട്ടു. ഇത് ലോകത്ത് എല്ലാ ഇമാമുകളും പറഞ്ഞ ഒരാശയമാണ്. ഏത് കേട്ടോ നിങ്ങൾ? ഇത് എന്ന് പറഞ്ഞാൽ ക്ലിപ്പിടാൻ നേരില്ലാത്തോണ്ട് ഒന്നും മുറിച്ചില്ല. ഉണ്ടെങ്കിൽ മൂപ്പർ അപ്പുറം എന്ന് മുറിക്കാതെ പറയട്ടെ. എന്താ പറഞ്ഞു വരുന്നത്? നാലിലൊരു മദ്ഹബിനെ തഖ്ലീദ് ചെയ്യണമെന്ന് ലോകത്തുള്ള എല്ലാ ഇമാമുകളും പറഞ്ഞ ആശയമാണ്. എന്തിന് നിങ്ങൾ ഇമാമിങ്ങളുടെ പേരിൽ കള്ളം പറയണം? നിങ്ങൾ കള്ളം പറയുകയല്ലേ ചെയ്യുന്നത്? ചോദിക്കട്ടെ, വളരെ വിനയത്തോടുകൂടി ചോദിക്കട്ടെ, 4 ഇമാമിങ്ങളെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടോ? അത്ര തന്നാ മതി. നിങ്ങൾ മദ്ഹബിന്റെ ഇമാമുകളായി ലോകത്തറിയപ്പെടുന്ന അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാഹ്, ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാഹ്, അതുപോലെ തന്നെ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റഹിമഹുല്ലാഹ്, അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ്, ഈ 4 ആളുകളിലേക്ക് ചേർത്തുകൊണ്ടല്ലേ ഇന്ന് മദ്ഹബ് അറിയപ്പെടുന്നത്. ആ ഇമാമിങ്ങളെങ്കിലും താഴെയുള്ളവരോട് നിൽക്കട്ടെ. ആ ഇമാമുകളല്ലേ പറയേണ്ടത് ഞങ്ങളെ പിൻപറ്റണമെന്ന്. കാരണം നിങ്ങൾ പറഞ്ഞത് ഒന്നുകിൽ ഏതെങ്കിലും ഒരു മദ്ഹബ് സ്വീകരിക്കണം, ഒന്നുകിൽ ഷാഫിയാവണം, ഹനഫിയാകണം, ഹംബലിയാവണം, മാലിക്കിയാവണം. അപ്പൊ പേര് തന്നെ സൂചിപ്പിക്കുന്നത് ഈ ഇമാമിങ്ങളിലേക്കാണ് അവയെല്ലാം ചെന്നുപൊട്ടുന്നത്. എങ്കിൽ അവരെങ്കിലും പറഞ്ഞ ഒരു പരമ്പര പറയൂ, അവരെങ്കിലും ഒന്ന് പറഞ്ഞത് തെളിയിക്കൂ. മറിച്ചാണുള്ളത്. അവര് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, അവരെതിരാ പറഞ്ഞത്. അവര് പറഞ്ഞത് എതിരാ. എന്താ അബൂ ഹനീഫ ഇമാം പറഞ്ഞത്? ഇദാ ഖുൽതു ഖൗലൻ യുഖാലിഫു കിതാബല്ലാഹി വഖബറ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫത്റുകൂ ഖൗലി. ഞാനൊരു വാക്ക് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ കിതാബിനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളോടും എതിരായിട്ട് ധ്വനിപ്പിക്കുന്ന വല്ലതും ഞാൻ പറഞ്ഞതിലുണ്ടെങ്കിൽ ഫത്റുകൂ ഖൗലി, ഞാൻ പറഞ്ഞത് നിങ്ങൾ സ്വീകരിച്ചേക്കണം എന്നല്ല, എന്റെ വാക്ക് നിങ്ങൾ ഉപേക്ഷിക്കണേ. അബൂ ഹനീഫ റഹിമഹുല്ലാഹ് പടച്ചവനെ പേടിയുള്ള പണ്ഡിതൻ തോളൊഴിയുന്നു. ഞാൻ മനുഷ്യനാണ്, എന്നിൽ നിങ്ങൾ കാണുന്നത് മുഴുവൻ അങ്ങ് സ്വീകരിച്ചേക്കരുത്. അള്ളാന്റെ കിതാബിനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകൾക്കും എതിരായിട്ട് എന്നിൽ നിന്ന് വല്ലതും കണ്ടാൽ എന്റെ വാക്ക് ഉപേക്ഷിക്കണേ. ഇനിയോ രണ്ടാമത്തെ മദ്ഹബായി അറിയപ്പെടുന്ന മാലിക്കി മദ്ഹബിന്റെ ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് കേട്ടോളൂ. ഇന്നമാന ബശറുൻ നുഖ്തിഉ വഉസീബു ഫൻദുറു ഫീ റഅയി ഫകുല്ലു മാ കാന ഫകുല്ലു മാ വാഫഖൽ കിതാബ വസ്സുന്നത ഫഖുദൂ വകുല്ലു മാ ലം യുവാഫിഖൽ കിതാബ വസ്സുന്നത ഫത്റുകൂ. ഞാനും ഒരു മനുഷ്യൻ മാത്രമാണ് ജനങ്ങളെ. എനിക്ക് അബദ്ധവും സംഭവിക്കും, സുബദ്ധവും സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന വാക്കുകളൊക്കെ, എന്റെ അഭിപ്രായങ്ങളെ നിങ്ങൾ ശരിക്കും പരിശോധിക്കണേ. അള്ളാന്റെ കിതാബുമായും റസൂലുള്ളാന്റെ സുന്നത്തുമായും യോജിച്ചവയുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കണേ. അവ രണ്ടിനോടും യോജിക്കാത്തതുണ്ടെങ്കിൽ ഫത്റുകൂ, നിങ്ങളത് ഉപേക്ഷിക്കണേ. ഇമാം മാലിക് റഹിമഹുല്ലാഹ്
ഇനി കേട്ടോളം മൂന്നാമത്തെ മദ്ഹബായിട്ടറിയപ്പെടുന്ന കേരളത്തിൽ ഭൂരിപക്ഷമുള്ള ആ മദ്ഹബായിട്ടറിയപ്പെടുന്ന ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി എന്താണ് പറയുന്നത്? എന്താണ് മഹാനവറുകൾ പറഞ്ഞത്? ഒരുപാട് വാചകങ്ങൾ മഹാനവറുകളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് മാത്രം ഞാൻ നിങ്ങളെ കേൾപ്പിക്കട്ടെ. കുല്ലുമാ ഖുൽതു ഫകാന അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിലാഫ ഖൗലി മിമ്മാ യസിഹു ഫഹദീസുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഔലാ ഫലാ തുഖല്ലിദൂനി. ഞാൻ പറഞ്ഞത് മുഴുവനും അതിലേതെങ്കിലും ഒന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് സഹീഹായി വന്നതിന് എതിര് കണ്ടാൽ അള്ളാന്റെ റസൂലിന്റെ ഹദീസാണ് കേൾക്കേണ്ടത് കേട്ടോ. അതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. അതല്ലാതെ അതിനെതിരെ വല്ലതും കണ്ട ഞാനല്ലേ പറഞ്ഞത് എന്ന നിലയ്ക്ക് ഫലാ തുഖല്ലിദൂനി, നിങ്ങൾ എന്നെ അന്ധമായി പിൻപറ്റി പോകരുത് കേട്ടോ. ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹിയും അദ്ദേഹത്തിന്റെ ദൗത്യം നിർവഹിച്ചു. ഇനി നോക്കൂ, മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നെ തഖ്ലീദ് ചെയ്യണമെന്ന്. നിങ്ങൾ പറഞ്ഞതെന്താണ്? സർവ്വ ഇമാമീങ്ങളും ലോകത്തുള്ള എല്ലാ ഇമാമീങ്ങളും ഇതേ ആശയം പറഞ്ഞവരാണെന്ന്. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറയുന്നു, ലാ തുഖല്ലിദനി വലാ തുഖല്ലിദ് മാലികൻ വലാ ശാഫിഈയ വലാ ഔസാഇ വലാ സൗരി വഖുദ് മിൻ ഹൈതു വഖദൂ. നിങ്ങൾ എന്നെ അന്ധമായി തഖ്ലീദ് ചെയ്യരുതേ. ഇമാം മാലിക്കിനെ തഖ്ലീദ് ചെയ്യരുതേ, ശാഫിഈ ഇമാമിനെ തഖ്ലീദ് ചെയ്യരുതേ, ഔസാഇ ഇമാമിനെ തഖ്ലീദ് ചെയ്യരുതേ, സൗരി ഇമാമിനെ തഖ്ലീദ് ചെയ്യരുതേ റഹിമഹുല്ലാഹ്. അവരെ ഒന്നും നിങ്ങൾ തഖ്ലീദ് ചെയ്യരുതേ. മറിച്ച് വഖുദ് മിൻ ഹൈതു വഖദൂ, അവരൊക്കെ സ്വീകരിച്ച ഒരു സ്രോതസ്സുണ്ട് ജനങ്ങളെ. അത് കുറ്റമറ്റ, ഒരു തെറ്റുകളും സംഭവിക്കാത്ത, മനുഷ്യതലയിൽ നിന്ന് ഉത്ഭവിച്ചതല്ലാത്ത, ലാ യഅ്തീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീലുൻ മിൻ ഹകീമിൻ ഹമീദ്. എല്ലാം അറിയാവുന്ന അള്ളാന്റെ അടുക്കൽ നിന്ന് അവതീർണമായ ഖുർആൻ, ആ ഖുർആനിന് അള്ളാന്റെ വഹി അനുസരിച്ചുകൊണ്ട് വ്യാഖ്യാനം നമുക്ക് പഠിപ്പിച്ചു തന്ന ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നോക്കിയിട്ടാ ഞങ്ങൾ അഭിപ്രായം പറഞ്ഞത്. അത് സ്വീകരിക്കണേ. ഇങ്ങനെ എത്രയെത്ര ഉദ്ധരണികൾ ഇമാമിങ്ങളിൽ നിന്നുണ്ട്. എന്നിട്ട് ഇവിടെ പ്രസംഗിച്ച മുസ്ലിയാര് യാതൊരു നിലക്കുള്ള മനസ്സാക്ഷി കുത്തുമില്ലാതെ പറഞ്ഞതെന്താണ്? ലോകത്തെ എല്ലാ ഇമാമുകളും പറഞ്ഞ ഒരാശയമാണിത് എന്ന്. മാത്രമല്ല, ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എന്തിനാണ് ഇങ്ങനെ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെ ആദ്യം പറഞ്ഞത്? എല്ലാ ഇമാമിങ്ങളും എന്നൊക്കെ ആദ്യം എന്തിനാ മൂപ്പര് പറഞ്ഞു വെച്ചത്? മൂപ്പർക്കൊരു ലക്ഷ്യമുണ്ട്. അതെന്താണ്? അദ്ദേഹം ഇനി വേറൊരു കള്ളം പറയാൻ പോവുകയാണ്. അതെന്തെന്നല്ലേ? ഇവിടെ മുസ്ലിമീങ്ങൾക്കിടയിൽ ഇവിടെ ഇതാ വലിയ തർക്കത്തിലുള്ള ഒരു വിഷയമല്ലേ? നമ്മുടെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് അതാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള ആരെങ്കിലും നമ്മൾ അവരെ വിളിച്ചു പ്രാർത്ഥിക്കാമോ? അവരെ വിളിച്ച് സഹായം തേടാമോ എന്നത് വലിയ ഒരു തർക്കമുള്ള കാര്യമല്ലേ? അത് സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞുകൊണ്ടുവരുന്നത് എന്താണ്? എല്ലാവരുടെ പേരിലും ഒരു കളവ് പറയുന്നു. നേരത്തെ പറഞ്ഞതുപോലെ എന്താണെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. അത് പറയുമ്പോ മൂപ്പരിവിടെ സ്റ്റേജിൽ മേശമ്മലേക്ക് ചൂണ്ടിയിട്ട് കുറെ കിതാബ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, അട്ടിവെച്ചിട്ടുണ്ട് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അതെന്തിന്റെ തന്ത്രമാണെന്ന് ഞാൻ വഴിയേ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അതിന്റെ മുമ്പായി ഇദ്ദേഹം പറഞ്ഞ ഈ ഒരു മഹാകളവ് പറയുന്നതിൽ വിഷമം തോന്നേണ്ടതില്ല. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന്റെ ശബ്ദം കൽപ്പിച്ചുകൊണ്ട് പറയട്ടെ. എന്താ അദ്ദേഹം പറയുന്നത്? ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ ഇമാമിങ്ങളും അള്ളാന്റെ റസൂലിനെ വിളിച്ചവരും റസൂലിനോട് തേടിയവരും ഇടയാളരാക്കുകയും ചെയ്തവർ മാത്രമാണ് എന്ന് യാതൊരു മനസ്സാക്ഷി കുത്തുമില്ലാതെ ലോകത്ത് കഴിഞ്ഞുപോയ സർവ്വ ഇമാമിങ്ങളുടെ പേരിലും നുണ പറയുന്ന ഒരു രൂപത്തിലുള്ള വാചകം എന്റെ ശ്രോതാക്കളൊന്ന് ശ്രദ്ധിക്കൂ, കേട്ടുനോക്കൂ. ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ ഇമാമീങ്ങളും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചവരും അല്ലാഹുവിന്റെ റസൂലിനോട് തേടിയവരും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങളെ ഇടയാളനാക്കിയവരും മാത്രമാണ്. കേട്ടില്ലേ? എത്ര ശുദ്ധമായ കളവാ പൊട്ടിച്ചത്. കരയുദ്ധക്കാരന്റെ ആയുധത്തിന്റെ കോലമായി പറയുന്നത്. വെള്ളത്തിന്ന് കയറിയിട്ട് ഇപ്പൊ യുദ്ധത്തിനൊരുങ്ങിയപ്പോ കിട്ടിയ ആയുധത്തിന്റെതാ പറയുന്നത്. ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ ഇമാമിയങ്ങളും അവസാനം ഒരു മാത്രമാണ്. ആരും ഒഴിവില്ല, ആരും ഒഴിവാകാൻ പാടില്ല. എല്ലാവരും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചവരും റസൂലുള്ളാഹിനോട് തേടിയവരും ഇടയാളരാക്കുകയും ചെയ്തവർ മാത്രമാണ്. പറ സ്വഹാബത്തിനെ മുഴുവൻ എണ്ണ്. സ്വഹാബത്ത് വഫാത്തായി പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ച് സഹായം ചോദിച്ചത് പറയൂ. പറയുമ്പോ നിങ്ങളുടെ ഉസ്താദ് പറഞ്ഞത് പോരാ, അപ്പുറത്തെ ഉസ്താദ് പറഞ്ഞത് പോരാ. നിങ്ങൾ ഇവിടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അൽ-ഇസ്നാദു മിനദ്ദീൻ. സനദുദ്ധരിച്ചു പറയണം. റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ട് അവിടുന്ന് ഇങ്ങോട്ട് ആരാണ് കേട്ടത്, അവിടുന്ന് ഇങ്ങോട്ട് ആരാണ് കേട്ടത് എന്ന് കണ്ണിമുറിയാത്ത നിലക്കുള്ള പരമ്പരയിലൂടെ നിങ്ങൾ സ്വഹാബത്തിന് ചെയ്തതാദ്യം തെളിയിക്കൂ. കാരണം സർവ്വ സ്വഹാബത്തും ഇമാമിങ്ങളല്ലേ. ഇമാം ഇബ്നു അബ്ബാസ് റഹിമഹുല്ലാഹ്, അതുപോലെ തന്നെ ധാരാളം സഹാബിമാരില്ലേ, ഓരോ സഹാബത്തിനെയും ഉദ്ധരിച്ചുകൊണ്ട് പറയോ അവരല്ലാന്റെ റസൂലിനെ വിളിച്ച് തേടിയത്, സഹായം തേടിയത് പറയോ. അബൂ ഹനീഫ ഇമാം സഹായം തേടിയത് പറയോ. ഇമാം മാലിക് റഹിമഹുല്ലാഹ് സഹായം തേടിയത് പറയോ. ശഫീ ഇമാം അല്ലാന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് സഹായം ചോദിച്ചത് പറയൂ. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അല്ലാന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് സഹായം തേടിയത് പറയൂ. ഇമാമിങ്ങളുടെ പേരിൽ കള്ളം പറയുമ്പോ ഓർക്കണ്ടേ നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ പ്രസംഗത്തിലൊന്ന് പറയണം, ഇതാ ശഫീ ഇമാം അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചത് പിടിച്ചോ, അബൂ ഹനീഫ ഇമാം റസൂലുള്ളാഹിനെ വിളിച്ച് തേടിയത് പിടിച്ചോ, അതുപോലെ തന്നെ മാലിക് ഇമാം അല്ലാഹുവിന്റെ റസൂലിനോട് വിളിച്ച് സഹായം തേടിയത് പിടിച്ചോ. മൗലവി അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് സഹായം തേടിയത് പിടിച്ചോ. മൗലവി വെറുതെ നിങ്ങളുടെ ബടായി പോരാ, നിങ്ങളുടെ തൊള്ള പോരാ ദീനിൽ തെളിവ്. അൽ-ഇസ്നാദു മിനദ്ദീൻ ലൗലൽ ഇസ്നാദു ലഖാല മൻ ശാഅ മാ ശാഅ. സനദില്ലെങ്കിൽ നിങ്ങളുടെ തോന്നിവാസം ഇവിടെ വേണ്ട, ഉണ്ടെങ്കിലൊന്ന് പറയൂ. എന്നിട്ട് ജനങ്ങളെ പൊട്ടിസാക്കാൻ വേണ്ടിയിട്ട് മേശം മുതൽ കുറെ കിതാബ് കൊണ്ടുവന്ന് അട്ടിവെച്ച് നിർത്തിയിട്ട് പറയുന്നു, ഇതോ ഈ കാണുന്ന കിതാബ്. അപ്പൊ ക്യാമറ അങ്ങോട്ട് തിരിച്ചു, സീഡിയെ. അപ്പൊ ക്യാമറ അങ്ങോട്ട് കുറെ കിതാബുകൾ. ആ കിതാബ് ഇതിലുള്ളത് ഈ കിതാബുകളൊക്കെ എഴുതിയ മഹാന്മാരെ നമ്മൾ കാണുന്നില്ലെങ്കിലും അവരുടെ കിതാബ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അതിലൊക്കെ സർവവും പറഞ്ഞിട്ടുള്ളത് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് സഹായം തേടണമെന്നാണ്. നോക്കണം, നിങ്ങൾ കിതാബ് ഇവിടെ കൊണ്ടുവന്ന് അട്ടിവെക്കുന്നത് എന്തിനാണ്? നിങ്ങളുടെ കൂടെ കിടന്ന് രാപ്പനി മനസ്സിലാക്കിയ സഖാഫി പറയട്ടെ, കിതാബ് കൊണ്ടുവന്ന് വെക്കണ വിളവൊക്കെ എന്തിനാണ് എന്ന് മൂപ്പര് പറഞ്ഞു തരും. നിങ്ങളെ തന്ത്രങ്ങൾ നന്നായിട്ട് അറിയാമല്ലോ. എന്തിനാ ഈ കെട്ടുകണക്കിന് ഇങ്ങനെ കൊടുന്നേക്കുന്നത്? എന്നിട്ട് എത്രണ്ണ നിങ്ങളെടുത്ത് വായിച്ചതെന്നും നമ്മൾ സീഡിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, എത്രണ്ണ അട്ടിവെച്ചതും. ഈ അട്ടിവെക്കുന്നത് എന്തിനാണെന്നും നിങ്ങളുടെ തന്ത്രം എന്താന്നൊക്കെ ജനങ്ങൾക്കൊന്ന് മനസ്സിലാവട്ടെ. സഖാഫി പറയണ്ടേ. എന്നിട്ട് ചില ഇബാറത്തുകൾ AP വിഭാഗത്തിന്റെ ആളുകൾ അന്നും ഇന്നും പറയുന്ന ഒരു കാര്യമുണ്ട്. അലവി സഖാഫി ഒരു ഇബാറത്ത് വായിച്ചാൽ അവർ തന്നെ പറയുന്ന ഭാഷയിൽ പറയട്ടെ, അത് അലവിന്റെ തൂപ്പല്ലേ എന്നാ പറയല്, അത് അലവിന്റെ തൂപ്പല്ലേ എന്നാ പറയല്. കാരണം എന്താ? ഇവിടെ വന്നപ്പോ കുറച്ച് കിതാബെങ്കിലും അട്ടിവെച്ചു. ഈ ഖളാവുമായി ബന്ധപ്പെട്ട തിരൂരങ്ങാടിയിലെ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയം ഒരു വരി പോലുമില്ലാത്ത കിതാബുകൾ അട്ടിയട്ടിയായി വെച്ചിട്ടുണ്ട്. അവിടെ കൊണ്ടുവന്ന വിഷയം ഇതിലേക്ക് ആവശ്യമുള്ളൊന്നുമില്ല. എന്നിട്ട് അങ്ങനത്തെ കുറെ കിതാബുകൾ കൊണ്ടുവന്ന് അട്ടിവെച്ചിട്ടുണ്ട്. നേരത്തെ ഇയാൾക്കുള്ള സ്വഭാവം എന്താ? ഒരു ഡയറിയിൽ കുറെ കുത്തിപ്പിടിച്ചിട്ട് ഇയാള് മുജാഹിദുകളോട് പറയുന്ന രൂപത്തിൽ ഇതാ തുഫയിൽ ഇതാ പറഞ്ഞിട്ടുണ്ട്, അടുത്ത പേജ് മറിച്ച് നിഹായിൽ ഇതാ പറഞ്ഞിട്ടുണ്ട്, അടുത്ത പേജ് മറിച്ച് മുഗനീത, ഒക്കെ ഒരു സാധനം ഒന്ന് തന്നെയാ. ഇങ്ങനെ ജനങ്ങളെ കബളിപ്പിച്ച് നടക്കുക. ഉണ്ടോ? ഹസൻ സഖാഫിയാ പറയുന്നത്. ഇങ്ങനെ ജനങ്ങളെ കബളിപ്പിക്കുക, ഇതിന് കിതാബ് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുക, ഒക്കെ ഒന്നെന്നെയാണ്. അതിൽ കടലാസ് വെച്ചിട്ട് ഇങ്ങനെ ഉയർത്തിതോ ഇതിലുണ്ട്. ഇതിവര് കാളികണ്ഠം മഹല്ല് കാരി തമ്മില് ആരാ കാളി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം നടന്നു. തിരുരങ്ങാടി അടുത്ത് കാളികണ്ഠം മഹല്ലുകാരും വേറൊരു മഹല്ലുകാരും തമ്മിൽ ഇവര് തമ്മിൽ നടന്ന ഒരു സംവാദം ഉണ്ടായിരുന്നു, ആരാ കാളി എന്നുള്ള കാര്യത്തിൽ. അതിൽ കിതാബ് കൊണ്ടുവന്ന് അട്ടിവെച്ചതിന്റെ കോല. അലവി സഖാഫി അലവി ഒരു ഇബാറത്ത് വായിച്ച അവരെന്നെ പണ്ടേ പറയൂത്തരെ, അത് അലവിന്റെ തൊഹിഫല്ലേ. നിങ്ങൾക്ക് മനസ്സിലായില്ല. തുഹഫ എന്ന് പറഞ്ഞിട്ടൊരു ഫിഖഹിന്റെ കിതാബുണ്ട്. അപ്പൊ തുഹഫീന്ന് വായിക്കാന്നുള്ള നിലക്ക് അലവി വായിക്കുമ്പോ പണ്ടേ ഇവര് ഊറിച്ചിരിക്കുന്നെന്താ, അലവി എന്ത് വായിച്ചാൽ അലവിയുടെ വകയായിരിക്കും, അത് അലവിന്റെ തൊഴിഫയാണ്, ഇബ്നു ഹജറിന്റെ തൊഴിഫല്ലാന്ന്.
മനസ്സിലായോ? ഇതാണ് ഇവരുടെ കബളിപ്പിക്കൽ. എന്നിട്ട് ഇങ്ങനെ അട്ടിവെച്ച് കൊണ്ടുവന്നില്ലേ, അപ്പൊ അതിന്റെ സ്ഥിതിയായി പറഞ്ഞു. എന്നിട്ട് മുസ്ലിയാർ ഇവിടെ പൊട്ടിച്ചൊരു പൊയ്വടി എന്താ അറിയോ? മുപ്പരിങ്ങനെ പറഞ്ഞിട്ട് ആദ്യം എന്ത് ചെയ്യാണ്? ലോകത്തെ എല്ലാ ഇമാമിയങ്ങളും അള്ളാന്റെ റസൂലിനെ വിളിച്ച് സഹായം തേടിയവരാണെന്നാണല്ലോ സ്ഥാപിച്ചത്. എന്നിട്ട് മൂപ്പർ ആദ്യം എന്താ ചെയ്യുന്ന പണി എന്നറിയ നിങ്ങള്? ഭയങ്കര രസമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ആദ്യം മൂപ്പരും ചെയ്തു, ഒന്നാമത്തെ ഇമാമായ അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാഹ് എന്നാണ് പറഞ്ഞു വെച്ചു. എന്നിട്ട് ഹനഫി അബൂ ഹനീഫ ഇമാമിന്റെ കുറെ മദ്ഹ് ആദ്യമായി ഉദ്ധരിക്കുന്നത് അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു മഹാനവറുകളാണ്. സഹാബത്തിനെ കണ്ട 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ സഹാബികളെ നേരിൽ കണ്ട ഇമാം. കുറെ മദ്ഹാണ് പറഞ്ഞു. അപ്പൊ ഇത് കേൾക്കുന്ന നമ്മൾ വേഗം വിചാരിക്കുന്നത് പേരോട് ഇപ്പൊ ഉദ്ധരിക്കും അബൂ ഹനീഫ ഇമാം അള്ളാന്റെ റസൂലിനെ വിളിച്ച് തേടിയ ഒരു സംഭവം. അതിങ്ങനെ കാത്തു കുത്തിരിക്കുമ്പോ മദ്ഹൊക്കെ പറയുന്നത് അബൂ ഹനീഫ ഇമാമിന്, എന്നിട്ടോ മൂപ്പരുവിന് തെളിവുദ്ധരിക്കുന്നതായിരുന്ന അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബിൽ എന്നും പറഞ്ഞിട്ട് ഹിജ്റ 681 മരണപ്പെട്ട ഒരാളുടെ കിതാബും. ആ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹുവിന്റെ മദ്ഹബിലെ ഏറ്റവും പ്രധാനപ്പെട്ട കിതാബായത് എല്ലാ ആളുകൾക്കും അറിയാം, ഫത്ഹുൽ ഖദീർ അലൽ ഹിദായ. ഈ ഫത്ഹുൽ ഖദീർ മഹാനായ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹു പേരോട് എഴുതിയതാണെന്നൊന്നും തെറ്റിദ്ധരിക്കണ്ട. ഹിജ്റ 681 വഫാത്തായ ഇമാം ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹു ഹനഫി മദ്ഹബുകാരനാണ്. മഹാനവർകൾ എന്താണ് പറയുന്നതെന്ന് കേട്ടോളൂ. അവിടെ പറഞ്ഞാ പിന്നെ അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹ് പറഞ്ഞാ പിന്നെ എത്ര എളുപ്പാ പേരോടെ. അബൂ ഹനീഫ ഇമാമിന്റെ ഒരു ഉദ്ധരണി ഞാൻ വായിച്ചാ പോരെ? അബൂ ഹനീഫ ഇമാം അള്ളാന്റെ റസൂലിനെ വിളിച്ച് സഹായം തേടിയതെന്ന് കാണിച്ചാ പോരെ, കഴിഞ്ഞില്ലേ? പക്ഷേ മൂപ്പരിക്കത് കിട്ടണ്ടേ? ഇപ്പൊ കയറിയതല്ല വെള്ളത്തിന്, കിട്ടണില്ല. അപ്പൊ കിട്ടിയതെന്താ? കിട്ടിയത് വെച്ച് കാച്ചി. അതെന്നാ? അത് ഹിജ്റ 681 മരിച്ചുപോയിട്ടുള്ള ഒരു പണ്ഡിതൻ എഴുതിയിട്ടുള്ള ഒരു കിതാബ്. അതുകൊണ്ട് കാര്യമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. രണ്ടാമത് മൂപ്പൻ എന്ത് ചെയ്തു? ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ മദ്ഹ് പറഞ്ഞു. ഇനി ഞാൻ മാലിക്കി മദ്ഹബിലേക്ക് കടക്കാം. രണ്ടാമത്തെ ഇമാമാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. സഹോദരന്മാരെ, താപത്തിനെ കണ്ട താബിഈകളിൽപ്പെട്ട നാഫി റളിയല്ലാഹു അൻഹുവിനെയും സാലിം റളിയല്ലാഹു അൻഹുവിനെയും കാണുകയും മനസ്സിലാക്കുകയും മദീനത്തെ പള്ളിയിലിരുന്ന് ദർസ് നടത്തുകയും ചെയ്ത മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാണെന്ന് പറയുമ്പോൾ പിന്നെ മഹാനവറുകളുടെ വിവരം പറയണോ? ആ മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് എന്താണ്? അപ്പൊ കേൾക്കുന്ന ആൾക്കാരൊക്കെ വിചാരിക്കുന്നു, അതോ ഇമാം മാലിക് അങ്ങനത്തെ മാലിക് മദീനയിലെ മഹാനായ പണ്ഡിതൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിച്ച പണ്ഡിതൻ എന്നൊക്കെ പറഞ്ഞ് മാലിക് ഇമാമിന്റെ മദ്ഹ് കുറേ അങ്ങോട്ട് പറയും. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും? നപ്പ പറയും ഇമാം മാലിക് റഹിമഹുല്ലാഹ് അള്ളാന്റെ റസൂലിനെ വിളിച്ച് സഹായം തേടിയ ഒരു സംഭവം ഒപ്പം പറയുന്ന വിചാരിക്കുക. പക്ഷേ പേരോട് ഇമാം മാലിക്കിന്റെ ഒരു ഉദ്ധരണി, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അള്ളാന്റെ റസൂലിനെ വിളിച്ച് സഹായം തേടിയത് തെളിയിക്കാൻ കഴിയുന്നില്ല. എന്നിട്ടോ ഹിജ്റ 737 മരണപ്പെട്ട ഇബ്നു ഹാജിന്റെ മദ്ഹൽ എന്ന കിതാബ് എന്നാ പിന്നെ വായിക്കുന്നത്. കബളിപ്പിക്കൽ. ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു സഹോദരന്മാരെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടുത്തെ ലോക പ്രശസ്തമായ കിതാബുൽ മദ്ഹലിന്റെ 260ാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നു, മാലികി മദ്ഹബിലെ കിതാബാണ് വായിച്ചത്. പിന്നെ മൂപ്പര് എന്ത് ചെയ്യാണ്? മൂന്നാമതായി ഷാഫി ഇമാമിന്റെ മദ്ഹബ് എന്ന് പറഞ്ഞിട്ട് ഷാഫി ഇമാമിന്റെ പോരിശ കുറേ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ഞാൻ വായിക്കുന്നത് ഷാഫിഈ മദ്ഹബിലെ ഗ്രന്ഥമാണ്. അപ്പൊ നമ്മൾ കേൾവിക്കാർ വിചാരിക്കും, ഇപ്പൊ ഉദ്ധരിക്കും പേരോട് മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അള്ളാന്റെ റസൂലിനെ വിളിച്ച് സഹായം തേടിയ ഒരു തെളിവ് ഇപ്പൊ പറയുന്നു വിചാരിച്ച് സിഡിയിൽക്ക് കണ്ണും നട്ട് ഇങ്ങനെ കാത്തിരുന്നാൽ നിരാശയല്ലാതെ ഫലല്ല. കാരണം പൊയ്വടിക്കാരന്റെ കയ്യിൽ ഉണ്ടയില്ല. അവസാനം ഒരു പൊയ്വടി എന്തെന്നാ പൊട്ടിക്കുന്നത്? അത് ഹിജ്റ 676 വഫാത്തായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബിൽ നിന്ന്. ഷാഫിഈ മദ്ഹബിന്റെ മുഹജ്ജിറായ ലോകപ്രശസ്ത പണ്ഡിതനായ മഹാനായ യഹ്യ ഇബ്നു ശറഫിൻ നവാവി റഹിമഹുല്ലാഹ്, നവവി ഇമാം റഹിമഹുല്ലാഹ്, സഹോദരന്മാരെ, ആ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹുൽ മുഹദ്ദബ് എന്ന ലോകപ്രശസ്തമായ കിതാബിൽ, ഏറ്റവും മുഅ്തമദായ കിതാബിൽ
മഹാനവറുകൾ എഴുതി രേഖപ്പെടുത്തുകയാണ്. അതിൽ തന്നെ അള്ളാന്റെ റസൂലേ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു തേടുന്ന ഒരു ഭാഗത്തില്ല താനും. ഇനിയോ നാലാമത് എന്നോട് പറയും അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല, അഹമ്മദ് ഇമാമിന്റെ അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ മദ്ഹ് കുറേ ഇങ്ങോട്ട് പറയും. ഇനി നിങ്ങൾക്ക് ഞാൻ പറയാൻ പോകുന്നത് എന്താണ്? നാലാമത്തെ മദ്ഹബ് ഹംബലി മദ്ഹബ്. ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ, 10 ലക്ഷം ഹദീസ് മനപ്പാഠമാക്കിയ ലോകപ്രശസ്ത പണ്ഡിതൻ, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ജയിലിൽ കിടന്നിട്ട് അടിവാങ്ങിയ പണ്ഡിതൻ, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ ശാഫി ഇമാം റളിയല്ലാഹു അൻഹു മുഖേന സലാം പറഞ്ഞേച്ച പണ്ഡിതൻ, ഇമാം ബുഖാരിയുടെ ഉസ്താദ്, ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വിചാരിക്കും, ഇപ്പൊ പറയും അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് സഹായം തേടിയ ഒരു ചരിത്രം, അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് സഹായം ചോദിച്ച ഒരു സംഭവം ഇപ്പൊ പറയുന്നു വിചാരിച്ച് നമ്മൾ കാത്തിരുന്നാൽ നിരാശ തന്നെ ഫലം. വായിക്കുന്നതേരുന്ന ഹിജ്റ 620 വഫാത്തായ ഇബ്നു ഖുദാമയുടെ മുഗ്നി എന്ന കിതാബിൽ നിന്ന് ആ മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിലെ ഏറ്റവും മുഅ്തമദായ കിതാബാണ് ഇബ്നു ഖുദാമയുടെ മുഗ്നി. ആ മുഗ്നിയിൽ കേട്ടോളൂ സഹോദരന്മാരെ. അപ്പോഴോ തെളിവുണ്ടെങ്കിൽ ആ 4 മഹത്തുക്കളുടേതല്ലേ ഉദ്ധരിക്കേണ്ടത്. അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങവിടുന്ന് അബൂ ഹനീഫ റഹിമഹുല്ലാ, ഇമാം മാലിക് റഹിമഹുല്ലാ, ഇമാം ഷാഫി റഹിമഹുല്ലാ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അള്ളാന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് സഹായം തേടിയവരാണെങ്കിൽ അവര് സഹായം തേടിയത് ഉദ്ധരിക്കൂ. നിങ്ങളുടെ തൊള്ള പോരാ, നിങ്ങൾ പറഞ്ഞ മാനദണ്ഡം വേണം. അല്ലിസ്നാദു മിനദ്ദീൻ, റസൂലിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ അവരിലേക്ക് എത്തുന്ന കൃത്യമായ പരമ്പരയോടെ പറയൂ. നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ഒരൊറ്റ നിലക്കും ഇവരൊന്നും പറഞ്ഞത് കിട്ടാല്ല. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ, ഒന്നാമത്തെ ഇമാമായ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരൊക്കെ അള്ളാന്റെ റസൂലിനെ വിളിച്ച് നേരിട്ട് സഹായം തേടുന്നതിന് അവിടെ നിൽക്കട്ടെ, അത് അല്ലാത്ത അതിന്റെയൊക്കെ നിസ്സാരമായിട്ട് പലപ്പോഴും നിങ്ങൾ പറയാറില്ലേ? എന്താ പറയാറുള്ളത്? അസ്അലുക ബിഹഖി ഫുലാൻ ഔ ബിഹഖി അംബിയായിക വറുസുലിക, ഇന്നയാളുടെ ഹക്ക് കൊണ്ട് അല്ലാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുന്നു, നിന്റെ അമ്പിയാക്കളുടെ ഹക്ക് കൊണ്ട്, നിന്റെ മുർസലീങ്ങളുടെ ഹക്ക് കൊണ്ട്, ഔ ബിഹഖിൽ ബൈത്തിൽ ഹറാം വൽ മസ്അരിൽ ഹറാം വനഹവി ദാലിക, അങ്ങനെ ബൈത്തുൽ ഹറാമിന്റെയോ മസ്അറുൽ ഹറാമിന്റെയോ ഹക്ക് കൊണ്ട് എന്നൊന്നും നിങ്ങൾ അങ്ങനെ ആ നിലക്ക് പറയുന്നത് അബൂ ഹനീഫ ഇമാമും അദ്ദേഹത്തിന്റെ 2 ശിഷ്യന്മാരും വെറുത്തിരിക്കുന്നു. ഇത് ലൈസലി അഹദിൻ അലല്ലാഹി ഹഖുൻ, കാരണം ഒരാളോടും അല്ലാഹ്ക്ക് അങ്ങനത്തെ ഒരു ബാധ്യതയും ഇല്ല. കണ്ടോ, ഇത് കിതാബിലില്ലേ? ഈ ഉദ്ധരണി കിതാബിലുണ്ടോ? ഇല്ലേ? ഇങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് അതിന്റെ ഉദ്ദേശം? ഹക്ക് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന പോലും ബിഹഖിൻ നബി അല്ലെങ്കിൽ ബിഹഖി അംബിയായിക വറുസുലിക എന്ന് പറയുന്നത് പോലും വെറുത്തവരാണ് ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ 2 ശിഷ്യന്മാരുമെന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന ഹോജമാരുടെ കിതാബുകളിൽ ഇല്ലേ? നിങ്ങളുടെ കിതാബുകളിൽ ഇല്ലേ? നിങ്ങൾ പറയേണ്ടതുണ്ട്. എന്നിട്ടല്ലേ അവര് യാ റസൂലല്ലാഹ് എന്ന് വിളിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സഹായം ചോദിക്കുന്നത്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് തേടുന്നത്? ഇല്ല. അങ്ങനെ ഒരു ഉദ്ധരണി അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയിൽ നിന്നോ ആരിൽ നിന്നും തെളിയിക്കാൻ സാധ്യമല്ല. പിന്നെന്താ? പിന്നെ പറഞ്ഞത് ആയത്ത് ഇവരുടെയൊക്കെ കിതാബുകളിൽ നിന്ന്, അഥവാ ഇവരുടെയൊക്കെ മദ്ഹബിന്റെ പിൽക്കാലത്തുള്ള ആളുകളുടെ കിതാബുകളിൽ നിന്ന് എടുത്തുദ്ധരിച്ചിട്ട് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പോയിട്ട് സഹായം ചോദിക്കണം എന്നതിന് രേഖ എന്താ? ആകെ പറഞ്ഞതിൽ പരതി നോക്കിയാൽ ഒരായത്ത്, തെളിവിന് മൗലവി ഒരായത്ത് പോലെ മതി, ഒന്ന് മതി. ഒരു സംശയവും വേണ്ട, നമുക്ക് അധികാരത്തൊന്നും വേണ്ട. പക്ഷെ തെളിവായിരിക്കണം, തൊള്ള പോരാ, പരമ്പരയിലൂടെ തെളിയിക്കപ്പെട്ടതാവണം അതിലെ ആശയം. നിങ്ങൾ പറയുന്ന പോലെയുള്ള ആശയമാ പറയുന്നത്. എന്ത്? അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് പോകണം നിർബന്ധമാണ്. തെറ്റ് ചെയ്ത പാപികൾ മുഴുവനും
അവരുടെ തെറ്റ് പറ്റിപ്പോയെങ്കിൽ അത് പുറത്തു കിട്ടാൻ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് പോയേ പറ്റോ. പോകാത്തവര് മുനാഫിക്കാണെന്ന് ഈ മുസ്ലിയാര് പ്രസംഗിക്കാറില്ലേ? അതാ അല്ലാഹുവിന്റെ റസൂലിലേക്ക് വരൂ. മുനാഫിക്കീങ്ങളോട് പറഞ്ഞാൽ വൈദാ ഖീല ലഹും തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹി ലവൗ റൂസഹും വറഅയ്തഹും യസുദ്ദൂന വഹും മുസ്തക്ബിറൂൻ. അവര് തലയങ്ങ് തിരിച്ചു കളയും നബിയേ. റസൂലുള്ളാഹിനോട് ഇർതകബത്ത് ചൊല്ലാൻ വിളിച്ചാൽ വരൂ വരൂ, അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കോ, ശഫാഅത്ത് തേടോ എന്നവരോട് പറഞ്ഞാൽ അവര് കിബറന്മാരാണ് നബിയേ. എത്ര സ്ഥലത്ത് ഈ മുസ്ലിയാര് പ്രസംഗിച്ചിട്ടുണ്ട്. ചോദിക്കട്ടെ, നിങ്ങളോട് ചോദിക്കട്ടെ, അതിനുപോൽ ബലകമായി നിങ്ങളോടുന്ന ആയത്തേതാണ്? സൂറത്തുൻ നിസായിലെ ആയത്താണ്. വലൗ അന്നഹും ളലമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. ഓ നബിയേ, അതാ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചിരുന്നില്ലേ? വലൗ അന്നഹും ളലമൂ, അവർ അക്രമം പ്രവർത്തിച്ചാരേ, ജാഊക, അവർ സ്വന്തം ശരീരങ്ങളോട് അക്രമം പ്രവർത്തിച്ച നേരത്ത് കഴിഞ്ഞുപോയ ഒരു സംഭവമാ പറയുന്നത്. ചുരുക്കി പറയട്ടെ, എപ്പോഴും എന്റെ ശ്രോതാക്കൾ കേട്ടിട്ടുണ്ടായിരിക്കാം. വിഷയത്തിന്റെ പൂർത്തീകരണത്തിന് ഒന്ന് ചുരുക്കി പറയട്ടെ. എന്താണ് സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തതാ സ്വഹാബാക്കളിൽ അതാ ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായപ്പോ ഈമാൻ ഉറക്കാത്ത ചില കക്ഷികൾ അവരുടെ പ്രശ്നങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോ നബി തങ്ങളുടെ സമീപത്തേക്ക് പോയിട്ടല്ലേ വിധി തേടേണ്ടത്? അവിടുത്തോടല്ലേ മുശാവറ നടത്തേണ്ടത്? അവിടുത്തോടല്ലേ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് ജീവിതകാലത്ത്? അതിനല്ലേ ഖുർആനിന്റെ കൽപ്പന? അങ്ങനെ ചെയ്യാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് വിധി അന്വേഷിച്ച് പോകാതെ അവിടെയുണ്ടായിരുന്ന ഒരു ജൂത നേതാവിന്റെ അടുത്തേക്ക് വിധി തേടിക്കൊണ്ട് ചില ആളുകൾ പോയപ്പോ അത് ഹബീബിന്റെ മനസ്സിലുണ്ടാക്കിയ മുറിവ്, അവിടുത്തെ മനസ്സിലുണ്ടാക്കിയ സങ്കടം എത്രയാണ്. അതുകൊണ്ട് ഈ പണി ചെയ്ത മുനാഫിക്കീങ്ങളില്ലേ, അവർക്ക് ആ തെറ്റിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് പോകുന്നതിന് പകരം ജൂതനേതാവിന്റെ അടുത്തേക്ക് വിധി തേടി പോവുക എന്ന അബദ്ധം അവർ ചെയ്തതുകൊണ്ട് അതിൽ നിന്ന് ഇനി അവർക്ക് മോചനം കിട്ടണമെങ്കിൽ അവരവരുടെ വീട്ടിലിരുന്നിട്ട് വെറും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ പോരാ. വലൗ അന്നഹും ളലമൂ അൻഫുസഹും ജാഊക, നിന്റെ അടുക്കലേക്ക് അവർ വരട്ടെ, എന്നിട്ട് ഫസ്തഗ്ഫിറുല്ലാഹ്, അവരല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയും വസ്തഗ്ഫറ ലഹുമുർ റസൂലു, റസൂലിന് അവരോട് മനസ്സിൽ ഒരു വിദ്വേഷവുമില്ല, അവരോട് വെറുപ്പില്ല, അവരോട് പൊരുത്തപ്പെട്ടിരിക്കുന്നു, അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു എന്നതിന്റെ ലക്ഷണമായിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലും അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്യുകയാണെങ്കിൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അല്ലാഹുവിനെ അവർക്ക് തൗബ സ്വീകരിക്കുന്നവനും കരുണാനിധിയുമായി കൊണ്ട് കണ്ടെത്താവുക തന്നെ ചെയ്യുന്നതാണ്. ഇതാണ് ഖുർആനിൽ പറഞ്ഞത്. ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹയാത്ത് കാലത്തേക്കാണ് ബാധകം. വലൗ അന്നഹും ഇദാ വലമു, അവർ അക്രമം പ്രവർത്തിച്ചാലെന്നല്ല, പ്രവർത്തിച്ചാരേ, അഥവാ അവരിൽ നിന്നൊരക്രമം വന്നുപോയപ്പോൾ, അഥവാ കഴിഞ്ഞുപോയ മാവിയായ ഒരു കാര്യമാണ്. ഇനി ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിമിൽ നിന്ന് എന്തെങ്കിലും ഒരബദ്ധം സംഭവിച്ചാൽ ഉടനെ ഹബീബിന്റെ അടുത്തേക്ക് പോയിട്ടില്ലെങ്കിൽ അല്ലാഹു പൊറുക്കൂല കേട്ടോ എന്ന് പറയുന്ന ആശയം അത് ഇസ്ലാമികമായ ആശയമല്ല. മനസ്സിലാക്കണം. മുസ്ലിയാര് പറയുന്നത് എന്താണ്? അത് ഇന്നും ബാധകമാണ്. ഇന്നും തെറ്റ് ചെയ്തവരൊക്കെ മദീനത്തേക്ക് പോകണം, അല്ലെങ്കിൽ ഇവിടെ വെച്ച് വിളിക്കണം, അല്ലെങ്കിൽ മദീനത്തേക്ക് പോകണം. എന്താ അല്ലാഹുവിന്റെ റസൂൽ ഇപ്പോഴും റസൂലല്ലേ? എന്താ അവിടേക്ക് പോകാൻ ഇന്നും കഴിയൂലേ? അതുകൊണ്ട് ജാഊക പോയേ പറ്റൂ. അതുകൊണ്ട് ഇർതകബത്ത് ചൊല്ലാത്തവൻ മുനാഫിഖാണെന്ന് എത്ര സ്റ്റേജുകളിൽ ഈ മുസ്ലിയാര് പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ പോകൽ അനിവാര്യമാണെന്നാണല്ലോ വന്നത്. എങ്കിൽ വിനയത്തോട് ചോദിക്കട്ടെ, നിങ്ങളുടെ പരമ്പര തുടങ്ങുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശേഷം സഹാബിമാരിലേക്കല്ലേ
ഏറ്റുമുട്ടുന്നത്. എത്ര സഹാബിമാര് അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ ശേഷം അവരുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ സംഭവിച്ചപ്പോ ഖബറിടത്തിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ട് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇസ്തിഗ്ഫാറിനെ ചോദിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖബറിന്റെ അടുത്തേക്ക് ഏത് സഹാബിയാണ് പോയത്? പറയുമ്പോ നിങ്ങളുടെ തൊള്ള പോരാ. അൽ-ഇസ്നാദു മിനദ്ദീൻ, പരമ്പര വേണം കേട്ടോ. കുറ്റമച്ചാത്ത ഒരു തെറ്റും സംഭവിച്ചിട്ടില്ലാത്ത നിലക്ക്, ന്യൂനതകളില്ലാത്ത നിലക്ക് ഹദീസിന്റെ നിദാന ശാസ്ത്ര പണ്ഡിതന്മാര് മുസ്ലിം ലോകത്തൊന്നാകെ അംഗീകരിക്കുന്ന നിലക്കുള്ള മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് തെളിയിക്കണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ ശേഷം ഏത് സഹാബിയാണ് അബദ്ധം സംഭവിച്ചപ്പോ പുറത്ത് കെട്ടാൻ ഖബറിടത്തിലേക്ക് പോയത്? ഇല്ല. അപ്പൊ സഹാബത്തിനൊന്നും തിരിഞ്ഞില്ല. അങ്ങക്കാ തിരിഞ്ഞത്? പിൽക്കാലക്കാർക്കാണോ തിരിഞ്ഞത്? പ്രിയപ്പെട്ടവരെ, തെറ്റ് ചെയ്തവരൊക്കെ എന്ത് ചെയ്യണം? മദീനത്തേക്ക് വിളിക്കണം. എങ്കിൽ നിങ്ങളുടെ തൗബയുടെ ഗ്രന്ഥങ്ങൾ മാറ്റി എഴുതൂ. നിങ്ങളുടെ മദ്രസകളിൽ കുട്ടികളെപ്പോലെ നിങ്ങൾ പഠിപ്പിക്കുന്ന തൗബയുടെ ഷർത്തുകൾ എത്രയാണ്? നിങ്ങളിപ്പോ പറയുന്നതിന്റെ ചുരുക്കം എന്താണ്? നമ്മളിൽ എന്ത് തെറ്റ് സംഭവിച്ചാലും എന്ത് ചെയ്യണം? യാ റസൂലല്ലാഹ്, യാ നബി അല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചേ പറ്റൂ, അവിടുത്തോട് റെക്കമെൻഡ് ചോദിച്ചേ പറ്റൂ. ഇതല്ലേ നിങ്ങളുടെ ആശയം? എവിടുന്ന് കിട്ടി ഈ ആശയം? ഓ പ്രിയപ്പെട്ടവരെ, എങ്കിൽ നിങ്ങൾ ഇന്നൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് പൊറുക്കണമെങ്കിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും എന്തു ചെയ്യണം? മദീനത്തേക്ക് പോകണമല്ലേ? എങ്കിൽ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ തൗബയുടെ ഷർത്തുകൾ എണ്ണിയെടുത്ത് അതും കൂടെ എഴുതി ചേർക്കണമെന്ന് നിങ്ങളുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിനോട് പറയട്ടെ. ഏത് വിദ്യാഭ്യാസ ബോർഡായാലും തർക്കടില്ല. നിങ്ങളോട് പറയുന്നു, ഇനി ഇറക്കുമ്പോ നിങ്ങൾ ഒരു നിബന്ധന കൂടി എഴുതി ചേർക്കണമെന്ന്. എന്താ? നമ്മുടെ തെറ്റുകൾ പൊറുക്കണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിനോട് പറയണം. എന്തേ നിങ്ങൾ എഴുതാത്തത്? ഇത് പറയുന്നതിന് വിശ്വാസമല്ല അല്ലേ? ഇത് വെറുതെ പറയുന്നതാണല്ലേ? അപ്പോ അതിന് നിങ്ങൾക്ക് രേഖയില്ല. ആ സംഭവം അതിനൊട്ട് രേഖയുമല്ല. പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? ഓ മൗലവി, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിൽ വന്നിട്ട് വഫാത്തിന്റെ ശേഷവും ചോദിച്ചിട്ടുണ്ട്. അതിന് ഞങ്ങൾക്കൊരു കഥയുണ്ട്. അതാരാ ഉദ്ധരിച്ചത്? ഒരു ഉത്ബിക്കഥ. ഒരയറാവി അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിടത്തിലേക്ക് കയറി വരികയാണ്. കയറി വന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ആ അയറാവി വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് വന്നിട്ട് സങ്കടം പറയുകയാണ്. ഖുർആനിൽ ഇങ്ങനെയുണ്ട്, വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക വസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ എന്ന് ഖുർആനിൽ കേട്ടിട്ടുണ്ട്. അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതാ ഞാൻ വന്നിരിക്കുന്നു, അങ്ങയോടിതാ ഇസ്തിഗ്ഫാർ, അല്ലാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ ചോദിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അസ്അലുക ശഫാഅത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ നിലക്കുള്ള അർത്ഥത്തിൽ വരുന്ന ചില ഉദ്ധരണികൾ ചില കിതാബുകളിൽ ഉള്ളതാണ് ഇവിടെ വെച്ച് ഉദ്ധരിച്ചത്. ചോദിക്കട്ടെ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, ഏത് സംഭവം നിങ്ങൾ ഉദ്ധരിച്ചാലും വിരോധമില്ല. പക്ഷേ ഞങ്ങൾക്കൊരു കണിശതയുണ്ട്. അത് നിങ്ങളും ഇവിടെ പറഞ്ഞ കണിശതയാണ്. അൽ-ഇസ്നാദു മിനദ്ദീൻ, സനദ് വേണം കേട്ടോ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ-ഇസ്നാദു മിനദ്ദീൻ, ദീനിന്റെ ഭാഗമാണ് ഈ പാരമ്പര്യമായി ലഭിക്കുകയെന്ന്. ഏതെങ്കിലും സനദല്ല, കുറ്റമറ്റ സനദ്. പറഞ്ഞില്ലേ, ഇബ്നു സീരീന്റെ റിപ്പോർട്ടിൽ മുസ്ലിമിൽ കാണില്ലേ അൽ-ഇസ്നാദു മിനദ്ദീൻ പറഞ്ഞെടുത്ത് അതിന്റെ നേരെ താഴെ തന്നെ ഇബ്നു സീരീന്റെ റിപ്പോർട്ടുമില്ലേ? എന്ത് നോക്കണേ ജനങ്ങളെ, നിങ്ങളുടെ ദീന് നിങ്ങൾ സ്വീകരിക്കുന്നത് ആരിൽ നിന്നാണെന്ന് നോക്കിയിട്ട് വേണേ. ഉറ്റമറ്റ ആളുകളിൽ നിന്നേ സ്വീകരിക്കാവൂ, വിശ്വസ്തരിൽ നിന്നേ സ്വീകരിക്കാവൂ എന്ന് മുഹമ്മദ് ഇബ്നു സീരീന്റെ റിപ്പോർട്ടും ഇമാം മുസ്ലിം എടുത്തുദ്ധരിച്ചിട്ടില്ലേ മുഖദ്ദിമയിൽ? ആ നിലക്ക് ഉണ്ടോ? ഇല്ല. പിന്നെ അയറാബി വന്നിട്ട് ഇങ്ങനെ പാട്ട് പാടി. അയറാബി വന്നിട്ട് മുപ്പൊരു പാട്ടാണ് പാട്, യാ ഖൈറ മൻ ദുഫീനത് ബിൽ ഖാഇ യഅ്ലുമു വതബ മിൻ ഖീബിൻ നൽ ഖാഉ വൽ അകമു. മദീനത്തെ ചുമരും വലതാ. ഇപ്പോഴും മൗലൈമാരെ നിങ്ങളും പോയാ കാണില്ലേ, മദീനത്ത് സിയാറത്തിന് ചെയ്യുന്ന സർവ്വ മുസ്ലിമീങ്ങൾക്കും തെറ്റുപറ്റാതെ അവർക്ക് മനപ്പാടമില്ലെങ്കിൽ നോക്കി ചൊല്ലണം എന്ന
നിലക്കതാ അവിടെ രേഖപ്പെടുത്തിപ്പോയി. നിങ്ങൾ പറഞ്ഞില്ലേ, എങ്കിൽ പറയൂ, അതിന്റെ സനദിലൂടെ നിങ്ങൾ ഉദ്ധരിക്കൂ. നിങ്ങൾക്ക് സാധ്യമാണോ? സാധ്യമല്ല കേട്ടോ. സംഭവം പറയുന്നത് തന്നെ ഒരു ഉത്തുബിയാണ്. പറയുന്ന ആള് വിശ്വസ്തനാവണ്ടേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങളുടെ ദീന് സ്വീകരിക്കുമ്പോ നോക്കണം ആരിൽ നിന്നാ സ്വീകരിക്കുന്നത്. ഇബ്നു സീരീൻ പറഞ്ഞില്ലേ ഇമാം മുസ്ലിമിന്റെ മുഖദ്ദിമയിൽ പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അപ്പൊ എന്താ സംഭവം? ഈ കഥ ഉദ്ധരിക്കുന്ന ഉത്തുബി ആരാ? ഇയാള് ഇവിടെ പേരോട് മൂപ്പരെ പറ്റി പറഞ്ഞത് ഇമാം ഉത്തുബി റളിയല്ലാഹു അൻഹു. ഇമാം ഉത്തുബി റളിയല്ലാഹു അൻഹു. മൂപ്പർക്ക് ഒരു എന്തെങ്കിലും ഒരു ചെറിയൊരു പിടുത്തുണ്ടെങ്കിൽ വലിയ ഇമാം ഉത്തുബി എന്നൊക്കെ പറഞ്ഞ് തൊള്ള നിറയെ റളിയല്ലാഹുക്കെ ചൊല്ലിയിട്ട് മൂപ്പര് പറയാണ് അങ്ങനത്തെ ഉത്തുബിയാണ്. എന്നാ പിന്നെ പ്രിയപ്പെട്ടവരെ ചോദിക്കട്ടെ, ആരായി ഉത്തുബിയെ പറ്റി നമ്മൾ പറയുന്നതല്ല, മൂപ്പര് ചില സ്വഭാവങ്ങൾ പറയണേ. കാന മുസ്തഹ്തിറം ബിശ്ശറാബ്, വെള്ളത്തിന്റെ ആളാണ്. ശറാബേ, ആ നിലക്കുള്ള അഭിപ്രായം മാത്രമല്ല, മൂപ്പർക്ക് കുറെ കിതാബുകളൊക്കെ ഉണ്ട്. അതെന്താ? കിതാബുൽ ഖൈല്, കുതിര കിതാബ്. പിന്നെയോ കിതാബു അഷ്ആരിൽ ആരിബി വ അഷ്ആരിൻ നിസായില്ലാത്തി അഹ്ബബിന സുമ്മ അബ്ഗദിന. മൂപ്പരെ പണ്ട് കുറെ പെണ്ണുങ്ങൾ പ്രേമിച്ചു, പിന്നെ അവരൊക്കെ മൂപ്പരിട്ടെറിഞ്ഞു പോയി. അവരെ കുറിച്ചൊക്കെ വിലപിക്കുന്ന കവിത. ഇതൊക്കെ ഇതിൽ നല്ലൊരു പാട്ടുകാരനാണ്. അങ്ങനെയുള്ള മാത്രല്ല, നർത്തകിമാര് ഡാൻസുകാരികളായ പെണ്ണുങ്ങള് സദസ്സിന് പാട്ട് പാടുമ്പോ മൂപ്പരവിടെ പോയിട്ട് ഇരുന്നിട്ട് നല്ല പാട്ട് എന്ന് പറഞ്ഞിട്ട് സമ്മാനം മുഴുവൻ ഓഫർ ചെയ്യുന്നു. എന്റെതൊക്കെ അനക്കന്നെന്ന് പറയും ചിലപ്പോ പാട്ടുകൊണ്ട് കേട്ടിട്ട്. അങ്ങനെയൊക്കെ നർത്തകിമാരിൽ നിന്ന് ഗാനമാസ്വദിക്കുന്ന, അതുപോലെ തന്നെ മൂപ്പര് പാടിയ ചില കവിതകൾ റഅയ്നൽ ഗവാനി ശൈബ ലഹാ ബിഅരിദി ഫഅറദന അന്നി ബിൽ ഖുദൂദിൻ നവാദിരി വകുന്നാ മതാ അബ്സർനനി ഔ സമിഅന ബി സഅന ഫറഖനൽ ഖുവബിൽ മഹാജിരി. എന്താ പറയുന്നറിയോ? ആദ്യമൊക്കെ പെണ്ണുങ്ങള് എന്നെ കണ്ടാൽ ഇങ്ങനെ ഓടി അടുത്ത് വരാറുണ്ട്. ഇപ്പൊ ചില ജരാനരകളൊക്കെ കണ്ടു തുടങ്ങിയപ്പോ അവരൊക്കെ ഇപ്പൊ എന്നെ കാണുമ്പോ ഓടാണ്. എന്താ ഇതിന്റെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞ് ആ നിലക്കുള്ള കവിതകളൊക്കെ എഴുതുന്ന കുറച്ച് ആ രൂപത്തിലൊക്കെ നേരത്തെ പറഞ്ഞ സ്വഭാവമൊക്കെ ഉള്ള ആളെ കുറിച്ച് പറയാണ് ഇമാം ഉത്തുബി റളിയല്ലാഹു അൻഹു. ഇയാളെന്നാണോ ഞങ്ങൾ ദീൻ സ്വീകരിക്കേണ്ടത്? നിങ്ങൾ അമ്മൻ തൗഹുദൂന ദീനക്കും. ഇബ്നു സീരീൻ റഹിമഹുല്ലാഹ്, നിങ്ങൾ ദീൻ സ്വീകരിക്കുന്നത് ആരിൽ നിന്നാണ് ശരിക്കോർത്തോളണം. സിഖത്തൻ അൻ സിഖത്തിൻ, നല്ലവരായ ആൾക്കാരിൽ നിന്നാണ് ദീൻ സ്വീകരിക്കേണ്ടത്. അപ്പൊ പിന്നെ മൗലവി ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ ഇത് ഉദ്ധരിച്ചിട്ടില്ലേ? അതുപോലെ തന്നെ പലരും ഉദ്ധരിച്ചിട്ടില്ലേ? എന്നായിരിക്കും പിന്നെ മുസ്ലിയാരുടെ ചോദ്യം. പറയട്ടെ, ഏതെങ്കിലും ഒരു ഇമാമ് ഉദ്ധരിച്ചു എന്നത് ഇസ്ലാമിൽ രേഖയാണോ? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു ഇമാമിന്റെ കിതാബിൽ ഒരു കഥ കണ്ടാൽ അത് മുസ്ലിമീങ്ങൾക്ക് രേഖയാ? ഒരു ഇമാമിന് അങ്ങനെ അദ്ദേഹത്തിന് അങ്ങനെ മനസ്സിലായി ആയിക്കോട്ടെ, അദ്ദേഹം മനഃപൂർവ്വം ഇരുന്നാലും. ഞാൻ പറഞ്ഞില്ലേ, ഇമാമിയങ്ങളൊക്കെ ചില കാര്യങ്ങൾ അവർക്ക് സത്യാന്ന് തോന്നിയിട്ട് എഴുതുന്നതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ സത്യാന്ന് വിചാരിച്ചിരിക്കും. നിങ്ങൾ നോക്കൂ. പക്ഷേ ഇവിടെ ഉത്തുബിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഇമാം നവവിയുടെ ശറഹുൽ മുഹദ്ദബിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ സംഭവം അത് അബുത്തയ്യിബും മാവർദിയും ഒക്കെ ഹിക്കായത്ത് ചെയ്തൊരു ഹിക്കായത്താണ്, റിവായത്തല്ല. ഹിക്കായത്ത് റിവായത്തിന്റെ വ്യത്യാസം നിങ്ങൾക്ക് തിരിയോ? അപ്പൊ ഹിക്കായത്താണ്. ആ നിലക്കുള്ള ഒരു കഥ. ആ കഥയിൽ തന്നെ അനിൽ ഉത്തുബിയിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്. ഉത്തുബിയെ കുറിച്ചെന്താ അവിടെ പറയുന്നത്? മുസ്തഹ്സിനീന ലഹു എന്നാൽ ഉത്തുബിയെ കുറിച്ച് നല്ല വിചാരമുള്ളവര് പറഞ്ഞതാ. ഇവരിതൊക്കെ ഉത്തുബിയിൽ നിന്ന് ഉദ്ധരിക്കാൻ കാരണം ഉത്തുബിനെ കുറിച്ച് ഓർക്ക് നല്ല വിചാരാണ്. ആയിക്കോട്ടെ, ഒരാളെ കുറിച്ച് നല്ല വിചാരാണെങ്കിൽ ആയിക്കോട്ടെ, അങ്ങനെ നല്ല വിചാരമുള്ളവര് പറഞ്ഞോട്ടെ. അപ്പൊ ഉത്തുബിയെ കുറിച്ച് നല്ലത് വിചാരിച്ചുകൊണ്ട് എന്നാണ് അവിടെ മുസ്തഹ്സിനീന ലഹു എന്ന് പറഞ്ഞാൽ അർത്ഥം. ശറഹുൽ മുഹദ്ദബിലെ ഉദ്ധരണിയാ പറയുന്നത്. ശരിക്കും മനസ്സിലാക്കണം നിങ്ങൾ. എന്നാ പേരോടുന്നൊരു കളിണ്ട്. സദസ്സിന് തിരിയാത്ത നിലക്ക് മൂപ്പര അർത്ഥത്തിൽ നിന്നിട്ടും ഒരു ചാട്ടാണ് ചാടും. എന്നിട്ട് വേറൊരു അർത്ഥത്തിലേക്ക് ആർക്കും തിരിയൂലാന്നാ മൂപ്പര് വിചാരിച്ചത്.
ഒരു വിചാരിച്ചത് ആർക്കും തിരിയൂല. ഇവരെല്ലാം കിതാബ് തിരിയുന്ന ഒരു ഹോജ, വേറുള്ളവർക്കൊന്നും കിതാബ് തിരിയില്ല, പഠിക്കണം മൗലൈമാരെ, വിവരമില്ലാതെ മതം വിളമ്പരുത് എന്നൊക്കെയാണ് പറഞ്ഞിട്ട് പറയും. ആ പേരോട് നിർവട്ടെ, നിങ്ങൾ മുസ്തഹസിനീന ലഹൂന് വെച്ച അർത്ഥം ഈ സദസ്സിൽ ഈ ശബ്ദം ശ്രവിക്കുന്നതിൽ ഈ നാദാപുരത്തിന്റെ മണ്ണിൽ ഒരുപാട് മുതഅല്ലിമീങ്ങളും പണ്ഡിതന്മാരും ഒക്കെ ഉള്ള നാടല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പേരോട് വെച്ച അർത്ഥമാണോ ശറഹുൽ മുഹദ്ദബിൽ മുസ്തഹസിനീന ലഹു എന്നതിനുള്ളത്? നിങ്ങൾ ചിന്തിക്കും, എന്താ പേരോട് വെച്ച അർത്ഥം? അതൊന്ന് ആദ്യം കേൾപ്പിക്കാം. മുസ്തഹസിനീന ലഹു എന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പര് പറയുന്ന അർത്ഥം കേട്ടോളൂ. അതെ, മുസ്തഹസിനീന ലഹു, എല്ലാ ഇമാമിങ്ങളും അത് പുണ്യകർമ്മമാണെന്നാണ് പറയുന്നത്. നോണയാ പറഞ്ഞത്. എല്ലാ ഇമാമിങ്ങളും അത് പുണ്യകർമ്മമാണെന്നാണ് പറയുന്നത്. അത് ഏത് റസൂലുള്ളാഹിനെ വിളിക്കലേ അങ്ങട്ടാക്കുകയാണ് മൂപ്പിലാൻ റൂട്ട് തെറ്റിച്ചു കൊണ്ടുപോവുക. മുസ്തഹസിനീന ലഹു എന്ന് പറഞ്ഞാൽ എല്ലാ ഇമാമിങ്ങളും അത് പുണ്യമാണെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെയാണോ പേരോടെ അതിന്റെ അർത്ഥം? നിങ്ങൾ മനസാക്ഷി കുത്തുണ്ടെങ്കിൽ പറയൂ. ഈ ശബ്ദം ശ്രവിക്കുന്ന പണ്ഡിതന്മാരെ നിങ്ങൾ പറയൂ, മുസ്തഹസിനീന ലഹു എന്നിടത്ത് അത് ആരെക്കുറിച്ചാണ്? ആ വിഷയത്തെക്കുറിച്ചാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചു തേടുന്ന ആ കാര്യം അത് പുണ്യകർമ്മമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് എന്നതാണോ അവിടെ ഉദ്ദേശം? അതോ ഋത്ബിയെ സംബന്ധിച്ച് നല്ലത് വിചാരിച്ചുകൊണ്ടെന്നോ? ഏതാണ്? രണ്ടാമത് പറഞ്ഞതാ. ഋത്ബിയെ പറ്റി പലർക്കും പല അഭിപ്രായം ഉണ്ടെങ്കിലും ഇവർക്കൊക്കെ അയാളെക്കുറിച്ച് നല്ല അഭിപ്രായമുള്ളത്. അങ്ങനെ ഒരു സദവിചാരം വെച്ചുകൊണ്ടാണ് ഇവരിതൊക്കെ ഉദ്ധരിച്ചിട്ടുള്ളത് എന്നാണ് അതിന്റെ വസ്തുത. അതാണ് ഋത്ബിയെ കുറിച്ച് എന്നുള്ളത്. അള്ളാന്റെ റസൂലിനെ കുറിച്ച് റസൂലുള്ളാഹിനെ വിളിച്ച് തേടൽ അത് പുണ്യകർമ്മമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥം മാറ്റുന്നത്. തട്ടിപ്പേ, വെട്ടിപ്പേ, കാപ്പറ്റ്യമേ, നിന്റെ പേരോ ഞാൻ പറയുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഇനി കേട്ടോ. എന്നിട്ട് മൂപ്പര് പറയുന്ന വേറൊരു കാര്യം ഉണ്ടതെന്താ? അതേ ഇതിന് തന്നെ ഒരു അർത്ഥം പറയുന്നുണ്ട്. ഈ അഅറാബി ഇങ്ങനെ വന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമനെ വിളിച്ച് തേടിയപ്പോ ആ അഅറാബി അതും പറഞ്ഞാൻ പോയി. അപ്പോൾ ഖുർത്തുബിക്ക് ഉറക്കം വന്നു. ഉറക്കം വരൂലേ? മൂപ്പര് ഉറങ്ങൂലേ? അഅറാബി പാട്ടും പാടിപ്പോയി. അപ്പോൾ ഖുർത്തുബി പിന്നെ ഉറങ്ങിയപ്പോ പിന്നെ സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ അള്ളാന്റെ റസൂൽ വന്നിട്ട് പറയാണ് പോലും, എന്ത്? ഖുർത്തുബി, അഅറാബിയുടെ അടുത്തേക്ക് പോകൂ, എന്നെ വിളിച്ച് തേടിയില്ലേ, അതുകൊണ്ട് അയാൾക്ക് പുറത്തു കൊടുത്തു എന്ന വിവരം പറഞ്ഞേക്കൂ എന്നാണ് മൂപ്പര് കൂട്ടി പറയുന്നത്. അതൊന്നും ശറഹുൽ മുഹദ്ദബിലില്ല, ഉണ്ടെന്ന് നിങ്ങൾക്കൊട്ട് തെളിയിക്കാനും കഴിയൂല. കേട്ടോളൂ മൂപ്പര് പറയുന്ന അർത്ഥവും ആ ഭാഗവും. ഫബശ്ശിറുഹു ബിഅന്നല്ലാഹു തആല ഖദ് ഗഫറ ലഹു, അല്ലാഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുത്തുപോയി. എന്നെ വിളിച്ച് തേടിയില്ലേ, അല്ലാഹു പുറത്തു കൊടുത്തുപോയി എന്ന് വിവരം അറിയിക്കൂ. ഇങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു. അപ്പൊ അള്ളാന്റെ റസൂല് സ്വപ്നം കാണിച്ചു. എന്ത്? എന്നെ വിളിച്ച് തേടിയില്ലേ? നേരത്തെ പറഞ്ഞാല് അത് പോയി പറയൂ, എന്നെ വിളിച്ച് തേടിയില്ലേ, അതുകൊണ്ട് പുറത്തു കൊടുത്തു എന്ന് പോയി പറയും. എന്നെ വിളിച്ച് തേടിയില്ലേ, അതെവിടെയാണ്? എന്തൊക്കെ അർത്ഥങ്ങളാണ് നിങ്ങൾ തിരികെ കയറ്റുന്നത്? മാത്രമല്ല പിന്നെ നിങ്ങൾ ഉദ്ധരിച്ചത് മുഗ്നിയിൽ നിന്നാണ്. ഇബ്നു ഖുദാമയുടെ മുഗ്നിയിൽ നിന്ന് ഉദ്ധരിച്ചെടുത്ത് അവിടെ നിങ്ങൾ വായിച്ചിട്ടുണ്ട്. ശരിയാണ്, കാരണം നമ്മളിവിടെ അത് പിടിക്കുമ്പോ നിങ്ങൾക്ക് പറഞ്ഞു നിൽക്കാമല്ലോ, മൗലവി ഞാനത് വായിച്ചിട്ടുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ അർത്ഥം പറയാതെ പോയത് കബളിപ്പിച്ചതല്ലേ? കാരണം എന്താണ്? വയുർവാനിൽ ഉതബി, മൂപ്പര് വായിക്കുന്നുണ്ട് വയുർവാനുല്ലത്തബി. എന്താ ഇതിനർത്ഥം? ഉത്തബിയിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെടുന്നു. പണ്ഡിതന്മാരുള്ള നാടല്ലേ? യുർവാന്നൊക്കെ പറഞ്ഞാൽ അത് സ്വീകാര്യയോഗ്യമായ നിലക്കുള്ള സീഗകളാണോ? ഹദീസിൽ ഒരാളെപ്പറ്റി, ഒരു സ്വഹീഹായ ഹദീസിൽ പറയേണ്ട പദങ്ങൾ അതല്ല. ലഈഫായ അല്ലെങ്കിൽ മൗദൂആയ, വ്യാജമായ, അസ്വീകാര്യമായ, മർദൂദായ, തിരസ്കൃതമായ, സ്വീകരിക്കപ്പെടാൻ പറ്റാത്ത അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്തു പറയുകയുള്ളൂ? യുർവാ, അല്ലെങ്കിൽ യുർഫഉ, അല്ലെങ്കിൽ യുദ്കറു, അല്ലെങ്കിൽ യുഖാലു എന്നൊക്കെ പറയാറുള്ളൂ. അതൊക്കെ മിൻ സിയഗി തംരീദ് വലൈസത് മിൻ സിയഗിൽ ജസ്മി. അതൊക്കെ ഈ റിപ്പോർട്ടിന്റെ ദൗർബല്യത്തെ, ദുർബലതയെ, അനാരോഗ്യത്തെ വിളിച്ചറിയിക്കുന്ന പദങ്ങളാണ്. മറിച്ച് അതൊക്കെ യാതൊരു നിലക്കും സ്വീകരിക്കപ്പെടാൻ പറ്റാത്ത ഹദീസുകൾക്ക് പറയുന്ന പദങ്ങളാണ്. എന്നിട്ട് അത് മനസ്സിലാവുമല്ലോ. അപ്പൊ മൂപ്പര് വയുർവാനുള്ള തബീന്ന് വായിക്കുന്നുണ്ട്.
അപ്പൊ യുർവാനുൽ ഉത്തബീൻ വായിച്ചിട്ട് യുർവക്ക് അർത്ഥം പറയുന്നില്ല. കാരണം യുർവാന് അർത്ഥം പറഞ്ഞു പോയാൽ പൊട്ടുപോകൂലേ, ഇത് സ്വീകരിക്കപ്പെടാൻ പറ്റാത്ത സംഭവമാണ് തുടക്കത്തിലെ മനസ്സിലാവും. അതുകൊണ്ട് അത് മൂടിവെച്ച് കബളിപ്പിച്ചു. മനസ്സിലാക്കണം നിങ്ങൾ, അത് മൂടിവെച്ച് കബളിപ്പിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ നിലക്കും യഥാർത്ഥമായ നിലക്കത് തെളിയിക്കപ്പെടാൻ നിങ്ങളെ കൊണ്ട് സാധ്യമല്ല, തെളിയിക്കാൻ നിങ്ങൾക്കൊട്ട് സാധ്യവുമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഏതിനും ഇതിലെന്താ നടന്നത്? സ്വപ്നം കാണില്ല. ഒരാളൊരു സ്വപ്നം കണ്ടാൽ ഇസ്ലാമിൽ ഹുജ്ജത്താവൂ പ്രിയപ്പെട്ടവരെ? അള്ളാന്റെ റസൂലിനെ തന്നെ ഒരാളാണ് സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടൊരു കാര്യം പറഞ്ഞു. എന്നാ അത് സ്വീകാര്യാണോ? അത് തെളിവാണോ? റമദാൻ 29 എല്ലാവരും ഇങ്ങനെ മാസം കാണാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുക. അപ്പൊ ഈ ചങ്ങായിക്ക് ഉറക്കം വന്നു, ഒരു മൊഴിയൊരു ഉറക്കം വന്നു എന്ന് വിചാരിച്ചു മുപ്പരാണ്ട് ഉറങ്ങി. കാത്തു കുറെ ഇല കുത്തിരിക്കണണ്ട് ഉറങ്ങിയപ്പോ അള്ളാന്റെ റസൂൽ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നാളെ ശവ്വാൽ 1 നാളെ ശവ്വാൽ 1 പറഞ്ഞു. എന്നാൽ ആ മുസ്ലിയാരെ എവിടുത്തേലും ഖാദിയാണ് മൂപ്പര് പ്രഖ്യാപിക്കോ, ഞാൻ അള്ളാന്റെ റസൂലിനെ സ്വപ്നത്തിൽ കണ്ട് റസൂലുള്ള എന്നോട് പറഞ്ഞിരിക്കുന്നു നാളെ ശവ്വാൽ 1, അതുകൊണ്ട് ചൊല്ലിക്കോ തക്ബീർ. പറയോ? പറയൂല. അല്ലെങ്കിൽ വേറൊരു മൊയ്യാരോട് പറയണെന്ത്? മൊയ്യാരെ, ഞാൻ അള്ളാന്റെ റസൂലിനെ സ്വപ്നം കണ്ടിരിക്കുന്നു, അള്ളാന്റെ റസൂൽ എന്നോട് വന്നിട്ട് പറയുന്നു, നിങ്ങളുടെ വീട് വിലയൊന്നും കൂടാതെ സൗജന്യമായി എനിക്ക് വിട്ടുതരണേ. അള്ളാന്റെ റസൂൽ പറഞ്ഞു ഏൽപ്പിച്ചിരിക്കണം എന്നോട് സ്വപ്നത്തിൽ, നിങ്ങളെ പോരാ ഒരു പൈസയും വാങ്ങാതെ ഫ്രീ ആയിട്ട് എനിക്ക് തരണം എന്ന് പറഞ്ഞിരിക്കണം. മൊയ്യാര് കൊടുക്കുവോ? അള്ളാന്റെ റസൂലിനെ സ്വപ്നത്തിൽ കണ്ടതല്ലേ? അള്ളാന്റെ റസൂലിനെ തന്നെയല്ലേ കണ്ടത്? പറയുന്ന ആളും സത്യസന്ധനല്ലേ? എന്നിട്ടെന്തേ സ്വീകരിക്കാത്തത്? ദുന്യാവിന്റെ കാര്യത്തിൽ വരെ അത് സ്വീകാര്യമല്ലെങ്കിൽ ദീനിന്റെ കാര്യത്തിൽ സ്വപ്നം ഹുജ്ജത്താണോ? സ്വപ്നം തെളിവാണോ? പക്ഷേ പാരമ്പര്യവാദികളായ നിങ്ങൾക്ക്, ഒട്ടത്തരം പാരമ്പര്യമായി വിളിച്ചു പറയുന്ന നിങ്ങൾക്ക് സ്വപ്നമൊക്കെ മതി. എന്തിനും നിങ്ങൾക്ക് സ്വപ്നമാണ്. രാഷ്ട്രീയ പാർട്ടിക്കാരെ തോൽപ്പിക്കാനും നിങ്ങൾ സ്വപ്നം കാണും, സ്ഥാനാർത്ഥി തോൽക്കുന്നതും സ്വപ്നം കാണും, ജയിക്കുന്നതും സ്വപ്നം കാണും. അങ്ങനെ പലതിനും നിങ്ങൾക്ക് സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്നത്തിന്റെ ആ നിലക്ക് എന്തിനും നിങ്ങൾക്ക് സ്വപ്നമാണെന്ന് അതാ അപ്പുറത്തുള്ള സമസ്തയുടെ ഒരു ഫൈസി പറയുന്നതെന്ന് കേട്ടോളൂ. അങ്ങനെ സലാത്ത് സദസ്സ് മലീമസമാക്കിയപ്പോൾ അതിന് സലാമത്താക്കേണ്ടി വന്നു. നല്ലോ ആലോചിച്ചോ? സലാമത്താക്കേണ്ടി വന്നു. സലാത്തിന്റെ സദസ്സ് മലീമസമായപ്പോൾ സലാമത്താക്കൽ ആവശ്യമായി. അങ്ങനെയാണ് തൊട്ടടുത്ത് തന്നെ ഒരു സലാമത്ത് നഗർ ഉണ്ടായത്. ഈ സലാമത്ത് നഗർ ഇവിടെ നിലനിർത്തണം, അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്നും എപ്പോഴും ഇത് ആവശ്യമാണ്. ആഴ്ചയിൽ മാസാന്തം ഇവിടെ നടക്കുന്ന ഈ വസളൻ പ്രഭാഷണങ്ങൾ, എന്തൊക്കെയാണ് വസളം നിങ്ങൾക്കറിയില്ലേ? കത്തികൊണ്ട് കുത്തിയവരെ വലതുവരൽ കൊണ്ട് കുത്തി പരാജയപ്പെടുത്തണം. പേടിക്കണ്ട, ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു എന്നാ പറഞ്ഞത്. ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു, എന്നാ പിന്നെ വേദാറില്ലല്ലോ. ആ സ്വപ്നമാണ് കൂട്ടരെ പറ്റിച്ചത്. അതുകൊണ്ട് ഇനി കാളമ്പാടി ഉസ്താദ് പറയുന്നു, ശൈഖുന ചെറുശ്ശേരി ഉസ്താദ് പറയുന്നു, ബഹുമാനപ്പെട്ട നമ്മുടെ കണ്ണനുടിയായ പാണക്കാട് ചെയ്ത ഐതറലി ശിഹാബ് തങ്ങൾ പറയുന്നു, ഇവരുടെ അനുമതി കൂടാതെ ഇനി ഖലീൽ തങ്ങൾ സ്വപ്നം കാണാൻ പാടില്ല. സ്വപ്നം കാണുന്നത് ഇവര് പറയട്ടെ, ഓര് പറഞ്ഞിട്ട് സ്വപ്നം കണ്ടാൽ മതി. ഇവര് സ്വപ്നത്തിന്റെ ആൾക്കാരാ, രണ്ടൂട്ടറിന്റെ ആൾക്കാരാണ്. ഒരു മോശമൊന്നുമല്ല. ഇവറ്റ എല്ലാം അങ്ങനെ തന്നെയാണ്. ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്വപ്നം കാണും. പക്ഷെ ഇവർക്കെതിരായത് അപ്പുറത്ത് കണ്ട ദേഷ്യായി, അവർക്കെതിരായ ഇപ്പുറത്ത് കണ്ട അവർക്കും ദേഷ്യായി. ഇതൊരു അങ്ങോട്ടും ഇങ്ങോട്ട് വിച്ചാലി പോയാലി കഴിയാണ്. അപ്പൊ സ്വപ്നം ഇത് ഇവരുടെ ഒരു പരിപാടിയാണ്. മാത്രല്ല ഷെയ്ഖുനുണ്ടല്ലോ, ഷെയ്ഖുനെ ഇടക്കിങ്ങനെ സ്വപ്നം കാണും. എന്നിട്ട് മൂപ്പര് മുജാഹിദീങ്ങളോട് പറയും, ഖബറിന്ന് നേരിട്ട് ഞാൻ വിളിച്ചതന്നെ കേട്ടോ, എനിക്ക് ആ വിശ്വാസം ശരിക്കുണ്ട്, നിങ്ങൾക്ക് ഉണ്ട് എന്ന് ഞങ്ങൾക്ക് ശരിക്കറിയില്ലേ, നിങ്ങൾ നമ്പർ 1 മറ്റാളെ പരമ്പരല്ലേ, നിങ്ങൾക്കത് ഉണ്ടാവില്ലേ? അപ്പൊ അതിൽ നമുക്കൊരു തർക്കമൊന്നുമില്ല. അപ്പൊ മൂപ്പര് കണ്ടൊരു സ്വപ്നം പറഞ്ഞോളൂ, ഒരു കേട്ടോളൂ നിങ്ങൾ, ബഹുരസാണ്. കാന്തപുരം കണ്ടൊരു സ്വപ്നം, എന്നിട്ട് സ്വപ്നത്തിൽ എന്തേ ഉണ്ടായിന്നും കേട്ടോളിയും. ഇവരൊക്കെ സ്വപ്നം ഇങ്ങനെ കാണുന്നതും ഇവര് ജനങ്ങളെ പഠിപ്പിക്കുന്നതും ഇസ്ലാമുമായിട്ട് ബന്ധമുണ്ടോ ഇല്ലേന്ന് നിങ്ങൾ ഈ സ്വപ്നം കേട്ടിട്ട് നിങ്ങൾ പഠിച്ചോളണം. കേട്ടോളൂ കാന്ത സ്വപ്നം. അല്ലാഹു ചെയ്ത നിഅമത്ത് അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. അല്ലാഹു ചെയ്ത നിഅമത്ത് എടുത്തു പറയണം എന്ന കൽപ്പന പ്രകാരം സാധുവായ വിനീതനായ ഞാൻ പറയുന്നു. ഞാനും ഉള്ളാൾ തങ്ങളും കൂടി ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിനെ ഖബറിന്റെ അടുക്കൽ പോയി സിയാറത്ത് ചെയ്തു. സിയാറത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളോട് പറഞ്ഞു, അലി
അങ്ങനെ ഹിക്മ എന്ന കിതാബ് ദർസ് നടത്താൻ എനിക്ക് ഇജാസത്ത് തരണം. ബഹുമാനപ്പെട്ട ഉള്ളാട്ടങ്ങളും പറഞ്ഞു അങ്ങനെ തന്നെ ഞങ്ങൾക്ക് ഇജാസത്ത് തരണം. ആരോട് പറയുന്നു? ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരിയോട് തന്നെ. ആർക്കും സംശയം വേണ്ട, അങ്ങനെ മരിച്ചവരോട് പറയാമെന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഞങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ഒരു മിനിറ്റ്, അത് മൂപ്പര ഇസ്ലാമാണ്. അങ്ങനെ മരിച്ചവരോട് പറയാമെന്ന് തന്നെയാണ് ഇസ്ലാം പറയുന്നത്. പച്ചക്കള്ളം പറഞ്ഞതാണ്. അത് കാന്തപുരത്തിന്റെ ഇസ്ലാമാണ്, മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന ഇസ്ലാമല്ല. തുടരട്ടെ സ്വപ്നം. അങ്ങനെ സിയാറത്ത് കഴിഞ്ഞ് അന്ന് തന്നെ രാത്രി എയർപോർട്ടിലേക്ക് പുറപ്പെട്ട് പ്ലെയിനിൽ കയറി ബോംബെയിലേക്ക് വന്നു. അന്ന് രാത്രി ഉറങ്ങിയില്ല. രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ബോംബെയിൽ തന്നെ താമസിക്കുകയാണ്. അവിടെ അബ്ദുൽ മജീദ് ഹാജിയുടെ വീട്ടിൽ ഞങ്ങൾ താമസിക്കുമ്പോൾ സാധുവായ എനിക്ക് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളെ കാണാൻ കഴിയുന്നു. എന്നോട് പറയുന്നു, നിനക്ക് ഹിക്മ ദർസ് നടത്താൻ ഞാൻ ഇജാസത്ത് തരാം, പക്ഷേ നീ എല്ലാ രാത്രിയും തഹജ്ജുദ് നിസ്കരിക്കണമെന്ന നിബന്ധന പ്രകാരം. ഞാൻ പറഞ്ഞു, എല്ലാ രാത്രിയും തഹജ്ജുദ് നിസ്കരിക്കുമെന്ന നിബന്ധന ഞാൻ ഏറ്റെടുക്കുകയില്ല. നിങ്ങളെ കഴിവനുസരിച്ച് തഖ്വ ചെയ്യണമെന്ന് അല്ലാഹു പറഞ്ഞ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെ കഴിവിന്റെ പരമാവധി ഞാനത് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ അജസ്തുക്ക, നിനക്ക് ഞാൻ ഇജാസത്ത് തന്നു എന്ന് പറഞ്ഞു. കേട്ടില്ലേ? ചുരുക്കി പറയാ, മിസ്രിൽ പോയിട്ട് ഇബ്നു അത്താഉല്ലാഹി സിക്കന്ദരി എന്ന് പറയുന്ന ആളെ ഖബറിങ്ങ പോയിട്ട് മൂപ്പര് ഉള്ളാളെ തങ്ങളും കൂടി പറഞ്ഞു, നിങ്ങളുടെ കിതാബായ ഹിക്മ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, ഹിക്മ എന്ന് പറഞ്ഞിട്ട് ഇബ്നു അത്താഇന്റെ ഒരു കിതാബുണ്ട്. ആ കിതാബ് ദർസ് നടത്താൻ നിങ്ങൾക്ക് അനുവാദം തരണം. അപ്പൊ മുജാഹിദുകൾ നെറ്റി വിളിക്കണ്ടാന്ന് ഖബറിലുള്ള ആളോട് എന്നെ ചോദിച്ചത്. അത് ഇസ്ലാമാണ്, അത് മൂപ്പന്റെ ഇസ്ലാം. എന്നിട്ട് അങ്ങനെ ചോദിച്ച് അവരോട് പോന്നു. അവിടുന്ന് ഉള്ള ആളും മൂപ്പരും കയറി അവിടുന്ന് പിന്നെ ഫ്ലൈറ്റ് കയറി അവിടെ ബോംബെയിൽ ഇറങ്ങി. അന്ന് രാത്രി ഉറങ്ങിയില്ല. അന്ന് രാത്രി ഫുള്ള് ബോംബെയിൽ ഉറക്കൊഴിച്ചു. ശരി, രാത്രി ഫുള്ള് ഉറക്കൊഴിച്ചാ പിന്നെ പിറ്റേന്ന് ഉറക്കത്തിന്റെ ക്ഷീണല്ലേ, പിന്നെ പലതും കാണുമല്ലോ. ഇനിയിപ്പോ ഉറങ്ങിയിട്ടില്ലല്ലോ. അപ്പൊ ഉറങ്ങാനായപ്പോ പിന്നെ പലതും കാണും. ആ കണ്ടിട്ട് എന്ത് ഒരാ ഇബ്നു അത്താഉള്ള മുമ്പില്, സിക്കന്ദരി മുമ്പിൽ വന്നിട്ട് പറയാണ്, അജസ്തുക്കാ, നിനക്ക് ഞാൻ ഇജാസത്ത് തന്നിരിക്കുന്നു, എന്റെ കിതാബ് ദർസ് നടത്തിക്കോ, പ്രശ്നമൊന്നുമില്ല, പക്ഷേ തഹജ്ജുദ് നിസ്കരിക്കണം. അങ്ങനെ എപ്പോഴും പറ്റൂലാലോ. കുത്തുബിയത്തും റാത്തീബും പിന്നെ ഈ പോക്കും വരവും അതൊക്കെ പലപ്പോഴായിട്ട് അങ്ങനെ എപ്പോഴും കഴിയൂലാലോ. എന്റെ കഴിവിന്റെ പരമാവധി ചെയ്തോളാ. ആ ശരി, എന്നാൽ ആ കരാറിന്റെ മേൽ ഞാൻ നിനക്ക് അനുവാദം തന്നു. നോക്കണം, നിങ്ങൾ ഈ സമുദായത്തെ പഠിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ശൈത്താനീയത്ത്, ശൈത്താനായി വരുന്നത്, ഉറങ്ങാത്തവന്റെ മുമ്പിൽ വിറ്റേസം ഇന്നേക്ക് അയച്ച് ഇങ്ങനെ പറയണത് മുപ്പരവും വിചാരിച്ചിങ്ങനെ വരെപ്പോ അപ്പൊ ശൈത്താന് നല്ലതായി. അതാ ആരാ വന്നതെന്നും ഇങ്ങനെ ഏത് ആൾക്കാർ ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് നടക്കും. ഇങ്ങനെ പറയുന്നവരൊക്കെ എടുത്ത് ആരാ വരുന്നതെന്നും എന്താ